നോക്കിയോളോ, വന്നിട്ടില്ല എന്തായാലും പഠിച്ചോണ്ടുന്നുണ്ട്. ഇന്ന് പഠിക്കാൻ പറഞ്ഞില്ല എന്നാണ് ഇപ്പൊ പറയണത്. ആദ്യം ഒരു കാര്യം ചെയ്തേ, പഠിക്കാനുള്ളത് എഴുതിയെടുത്ത് അയ്യോടെ, നാളേക്ക് ചോദിക്കാനുള്ളത് എഴുതിയെടുത്ത്, എന്നിട്ട് മതി ബാക്കിയുള്ള പരിപാടികൾ. കുറച്ച് കാര്യങ്ങൾ തിയറി മാത്രം മതി. ഇക്വേഷൻ ഓഫ് ടോർക്ക് ആക്ടിങ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ, അല്ലെങ്കിൽ ആ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതിയാ, മനസ്സിലാവില്ലേ? ടോ ഈക്വൽ ടു പി ക്രോസ് ഇ. മാക്സിമം ടോർക്ക് എപ്പോഴാണ്? അൺസ്റ്റേബിൾ ആൻഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയംസ് എപ്പോഴാണ്? അൺസ്റ്റേബിൾ ആൻഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എപ്പോഴാണ്? ടോട്ടൽ ചാർജ് എത്രയാണ്? ടോട്ടൽ ചാർജ് നെറ്റ് ടോട്ടൽ ഫോഴ്സ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? ടോട്ടൽ ഫോഴ്സ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ ആക്സിയൽ ലൈൻ ഇക്വേഷൻ, ഇക്വറ്റോറിയൽ ലൈൻ ഇക്വേഷൻ. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ഇ ആക്സിയൽ ആൻഡ് ഇ ഇക്വറ്റോറിയൽ എന്തായിരുന്നു? ഇ ആക്സിയൽ ഈക്വൽ ടു 2 into ഇ ഇക്വറ്റോറിയൽ. റിലേഷൻ ബിറ്റ്വീൻ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ. ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് വേണമെങ്കിൽ എഴുതിയിട്ടോ. ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്താ? ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ ഇ ഡോട്ട് ഐ. പിന്നെന്താ? എസ് ഐ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നലെ ഒരു വളരെ ചെറിയൊരു ഇക്വേഷൻ എഴുതിയിരുന്നു അല്ലെ? ഫൈ ഈക്വൽ ടു എന്താണ് വന്നത്? ഫൈ ഈക്വൽ ടു നമുക്കറിയാം ഇങ്ങനൊരു സംഗതി എഴുതി അല്ലെ? ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. എന്താണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്? ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു സർഫസ് നമ്മൾ സങ്കല്പിക്കുക. ഇത് വലിയൊരു ഏരിയ ആണ് അല്ലെ? അപ്പൊ ഈ സർഫസിലൂടെ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു ഏരിയയിലൂടെയുള്ള എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ചിലപ്പോ ഈ സർഫസിലൂടെ വരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡെൻസിറ്റി എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. ഇവിടെ കുറച്ച് കൂടുതൽ ലൈൻസ് വരുന്നുണ്ടാവും നോർമലി. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? എങ്ങനെയാണ് വരുന്നത്? നോർമലി ആണ് വരുന്നത്. അപ്പൊ ഇവിടെ കൂടുതൽ ലൈൻസ് ഉണ്ടാവും, ഇവിടെ കുറച്ചുകൂടെ എന്തായിരിക്കും? ലൈൻസിന്റെ അകലം കൂടുതലായിരിക്കും. ക്രൗഡ്നെസ് അല്ലെ? അല്ലെങ്കിൽ ഡെൻസിറ്റി. ഇവിടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും, ഇവിടെ ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് കാണണമെങ്കിൽ നമ്മൾ വെറുതെ ഇലക്ട്രിക് ഫീൽഡിന് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവോ? ഇല്ല. ഏരിയ കൊണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും എങ്ങനെയായിരിക്കണം? ഫ്ലക്സിന്റെ ഒരു അറേഞ്ച്മെന്റ് സെയിം ആവണം, വേണ്ടേ? അപ്പൊ ഫ്ലക്സിന്റെ അറേഞ്ച്മെന്റ് എന്താണെന്ന് കരുതുക. ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്, ഓരോ ഡെൻസിറ്റിയാണ്. ഇവിടെ തിരക്ക് കൂടുതലാണ്, ഇവിടെ തിരക്ക് കുറവാണ്. അങ്ങനെയാണ് ഫ്ലക്സ് വരുന്ന ഒരു അവസ്ഥ എന്ന് കരുതുക. അപ്പൊ നമ്മൾ വെറുതെ ഇലക്ട്രിക് ഫീൽഡിന് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടോ? ഇല്ല. ഓരോ സ്ഥലത്തും ആ ഫ്ലക്സ് വരുന്നതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു സ്മോളർ ഏരിയയിലത്തെ എന്ത് കാണാണ്? ഫ്ലക്സ് ആദ്യം കാണാണ്. എങ്ങനെയാണ് സ്മോളർ ഏരിയയിലത്തെ ഫ്ലക്സ്? അവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു അവിടുത്തെ ഒരു സ്മോളർ ഏരിയ. എന്നിട്ട് ഈ മുഴുവൻ സർഫസിലും നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഫ്ലക്സ് കണ്ടിട്ട് മുഴുവൻ സർഫസിൽ എന്ത് ചെയ്തെടുക്കണം? അത് ആഡ് ചെയ്ത് എടുക്കണം. ആ പ്രോസസ് ആര് ചെയ്തു തരും? ഇന്റഗ്രേഷൻ ചെയ്തു തരും. ക്ലിയർ? അപ്പൊ വേരിയബിൾ ആയിട്ട് ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ള കേസുകളിൽ നമുക്ക് ഫ്ലക്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഫ്ലക്സ് കാണണമെങ്കിൽ ഓരോ സ്മോളർ ഫ്ലക്സും കണ്ടിട്ട് എന്ത് ചെയ്യണം? എല്ലാം കൂടെ എന്ത് ചെയ്തെടുക്കണം? ആഡ് ചെയ്ത് എടുക്കണം. അങ്ങനെ ആഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് ആര് ചെയ്ത് തന്നോളും? നമുക്ക് ആര് ചെയ്ത് തന്നോളും? ഇന്റഗ്രേഷൻ ചെയ്ത് തന്നോളും. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ DW ചെയ്യാറുള്ളത് ഓർമ്മയുണ്ടോ? DW എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് കാണും അല്ലെ? ആണോ? എന്നിട്ട് ഇപ്പൊ സ്പ്രിങ്ങിന്റെ ഒക്കെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മള് സ്മോൾ വർക്കുകൾ നമ്മൾ ആദ്യം കാണുന്നു അല്ലെ? ഇന്റഗ്രൽ ഇട്ടിട്ട് എന്നിട്ട് എന്ത് ചെയ്യും നമ്മള് അല്ലെ? ഓർക്കുന്നുണ്ടോ? ഇന്റഗ്രൽ K into F into dx KX into dx അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് എക്സിനെ പുറത്തേക്ക് എടുത്തിട്ട് ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ ചെയ്യണം. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ K into X into dx K നെ പുറത്തേക്ക് X² by 2 അങ്ങനെ പോകുന്നു.
അതേ ഫോർമാറ്റ് തന്നെ. അപ്പൊ അതിന്റെ ഒരു കണക്കാണ്. അപ്പോ നമുക്കൊരു ടോട്ടൽ ഏരിയയിലത്തെ ഫ്ലക്സ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു പറഞ്ഞേ സ്മോളർ ഏരിയയിലത്തെ ഫ്ലക്സ് കാണണം. സ്മോളർ ഏരിയയിലത്തെ ഫ്ലക്സ് കാണാനാണ് ആ ഏരിയയിലൂടെ പോകുന്ന എന്ത് പറയേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ആ സ്മോളർ ഏരിയ. ടോട്ടൽ ഫ്ലക്സ് എടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണേ? ടോട്ടൽ ഫ്ലക്സ് കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ വട്ടം എന്താ? വട്ടമൊന്നുമില്ല, ക്ലോസ്ഡ് ഇന്റഗ്രൽ. ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൊത്തം സർഫസും എന്താവണം? അതിൽ കവേർഡ് ആവണം. മുഴുവൻ സർഫസും അതിൽ കവേർഡ് ആവും. നമ്മൾ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിലത്തെ എല്ലാ ഏരിയയും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തെടുക്കണം. ആ പ്രോസസ് ഏതിൽ ചെയ്തു തന്നോളൂ? നമുക്ക് ആ ക്ലോസ്ഡ് ഇന്റഗ്രൽ ചെയ്തു തന്നോളൂ. അപ്പൊ അതാണ് ഫൈ ഈക്വൽ. സ്മോളർ ആയിട്ടുള്ള ഫ്ലക്സ് എന്താണ്? ഡി ഫൈ ഈക്വൽ ടു ജസ്റ്റ് ഇ ഇൻറ്റു ഡി എസ്. ഡോട്ട് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഡോട്ട് ആണ് ഇവിടെ എടുക്കുന്നത്. ആംഗിൾ വരുന്നതനുസരിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇ ഡി എസ് കോസ് തീറ്റ എന്ന് വരും അല്ലെ? ആ തീറ്റ നമ്മൾ അപ്ലൈ ചെയ്യണം. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് തീറ്റ ആണല്ലോ. അപ്പൊ ക്ലോസ്ഡ് ഇന്റഗ്രൽ വേണമെങ്കിൽ ഇതിനെ എങ്ങനെയും കൂടെ എഴുതാം? ഇ ഡി എസ് എന്താ കോസ് തീറ്റ. അപ്പൊ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എസ്. ഏത് ഏരിയ ആണ് എടുക്കുന്നത്? ടോട്ടൽ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും ആര്? ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ബോധറിയണ്ട. നമ്മൾ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ വാല്യൂ കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ ആണെന്ന് കരുതണം. അടുത്ത ഹെഡിങ് കൊടുക്കുക. അപ്പൊ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദ സർഫസ്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ? ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈറ്റ് ചെയ്യാം. എന്താണ് തീറ്റ? തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും പിന്നെ ആരാ? ഏരിയ സർഫസിന്റെ ഏരിയ വെക്ടറും തമ്മിലുള്ള ഡയറക്ഷൻ ആണ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് അങ്ങടാന്ന് കരുതുക. സർഫസും ഇലക്ട്രിക് ഫീൽഡും ആലോചിച്ചിട്ടും പറയാം. സർഫസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാ ലക്ഷ്മി? വെരി ഗുഡ്, 0. പക്ഷെ ഇതേ കേസില് 0 ഇങ്ങനെയല്ലേ? അതേ കേസില് ഇവിടെ ഏരിയ വെക്ടർ ആയിട്ടുള്ള ആംഗിൾ എത്രയാ? 90. സർഫസ് ആയിട്ടുള്ള ആംഗിൾ എത്രയാ? സർഫസ് ഇതാണ് സർഫസ് എത്രയാ? 90. ഏരിയ വെക്ടർ എത്രയാ? 0. ഇങ്ങനെ വെക്കുമ്പോ സർഫസും ഇലക്ട്രിക് ഫീൽഡും ഇങ്ങനെയല്ലേ എടുക്കണേ? ഇലക്ട്രിക് ഫീൽഡിനെ ബ്ലോക്ക് ചെയ്യല്ലേ? ഇപ്പൊ സർഫസ് ബ്ലോക്ക് ചെയ്യുന്ന ഡയറക്ഷനിലല്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും സർഫസും എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രിയിലാണ്. പക്ഷെ ഇപ്പൊ ഈ സർഫസിന്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ അങ്ങോട്ടാണ് വെക്കേണ്ടത് അല്ലെ? അപ്പൊ അത് ഇതിന്റെ സെയിം ഡയറക്ഷനില, ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനില. അപ്പൊ ആംഗിൾ എത്രയാ? അങ്ങോട്ട് സെയിം ഡയറക്ഷൻ എത്രയാ? 0. 180 എപ്പോഴാ? ഇപ്പുറത്തെ ദിശയിൽ വയ്ക്കുമ്പോ ഏരിയ വെക്ടർ ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? അങ്ങോട്ട്. അപ്പോഴാണ് ആംഗിൾ എത്ര വരുന്നത്? 180 വരുന്നത്. ഇപ്പൊ എത്രയാണ് ആംഗിൾ നിരഞ്ജന? ഏരിയ വെക്ടർ ആയിട്ടുള്ള ആംഗിൾ 90 അല്ലെ? ഇപ്പൊ എത്രയാ? 0. മനസ്സിലായോ? അടിയിലേക്ക് പോകുമ്പോ നമ്മൾ ഇവിടുന്ന് 0 തുടങ്ങുകയാണെങ്കിൽ 0, 90 അല്ലെ? 180, 270, 360 അതൊക്കെ സംഗതി. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാ? ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്തേ. സർഫസ് ആയിട്ടുള്ള ആംഗിൾ നമുക്ക് അത്ര പ്രാധാന്യം ഇല്ല. തീറ്റ എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും. ഏരിയ വെക്ടർ എന്ന് പറയുമ്പോ ഈ ഏരിയ ആണോ എടുക്കണ്ടേ? അല്ല. അവരുദ്ദേശിക്കുന്ന ഫേസിനോട് എന്ത് വെക്കണം? ഒന്ന് പറയടാ. ആ ഫേസ് എങ്ങനെയാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ഭാഗത്തേക്ക് എന്ത് വെക്കണം? പറയൂ കാർത്തിക്, എന്ത് വെക്കണം? പെർപെൻഡിക്കുലർ വെക്കണം അല്ലേ? ആണോ? ആ ഫേസിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വെച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ക്ലിയർ? അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടും? തീറ്റ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത ഹെഡിങ് കൊടുക്കുക. ചാർജ് ഡെൻസിറ്റീസ്. ഇത് 3 ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെറിവേഷൻസ് ചെയ്യാനുണ്ട്, ഗോസ് തിയറം പഠിക്കാനുണ്ട്. ചാർജ് നാളത്തോടുകൂടി പാഠം കഴിയൂട്ടാ. ചാർജ് ഡെൻസിറ്റീസ് എന്താണ്? ചാർജ് ഡെൻസിറ്റീസ് വളരെ സിമ്പിൾ ആണ്. 3 ടൈപ്പ് ചാർജ് ഡെൻസിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും പഠിക്കാനുള്ളതാണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇതൊക്കെ വേഗം അവസാനിപ്പിക്കാം. ലീനിയർ ചാർജ് ഡെൻസിറ്റി. എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി? അതിന്റെ സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലാംഡയാണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ സിമ്പിൾ എന്താണ്? ലാംഡ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഡെഫിനിഷൻ മാഷ് ബോർഡിൽ എഴുതാം. അതിന് മുൻപ് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചേ. ഇതൊരു 5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു എന്താണെന്ന് കരുതുക, വയറാണെന്ന് കരുതുക. എത്ര മീറ്റർ ലെങ്താ? 5 മീറ്റർ ലെങ്ത്. ഇതിൽ യൂണിഫോം ആയിട്ട് ഞാൻ ചാർജ് വെച്ചിരിക്കുന്ന ടോട്ടൽ ചാർജ് 100 കൂളമ്പാ. 5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രൈറ്റ് വയറാണെന്ന് കരുതുക. ലെങ്ത് ആണ് ഗിവൺ ലെങ്ത് 5 മീറ്റർ ആണ് ടോട്ടൽ ഉള്ളത്. അതിലുള്ള ടോട്ടൽ ചാർജ് എത്ര കൂളമ്പാ? 100 കൂളമ്പാണ്. എത്ര കൂളമ്പാ? അതെങ്ങനെയാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്? യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. എല്ലാവർക്കും ഒരുപോലെ വരുന്ന രീതിയിലാണ് ഈ 100 കൂളമ്പിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ 1 മീറ്ററിൽ എത്ര ചാർജ് ഉണ്ടാവും? പെട്ടെന്ന് പറയടാ. എത്രയാ 1 മീറ്ററിൽ എത്ര ചാർജ് ഉണ്ടാവും? 20 കൂളോംബ് അല്ലേ? ആണോ? അതെ, 100 കൂളോംബ് 5 മീറ്ററിൽ. 100 5 മിഠായിക്ക് 100 രൂപ. അപ്പൊ 1 മിഠായിക്ക് എത്ര രൂപ? 20 രൂപ. ഈ ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പൊ എന്താ ലീനിയർ ചാർജ് ഡെൻസിറ്റി? യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ്. എന്താണ്? യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് അല്ലെ? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ചാർജ് ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. എതിർപ്പുണ്ടാ? അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞേ എന്തായിരിക്കും? അതിന്റെ SI യൂണിറ്റ് അല്ല, ഞാൻ ഇക്വേഷൻ പറയാം. ലാംഡ ഈക്വൽ ടു, നിങ്ങൾക്ക് എങ്ങനെയാണ് 20 കിട്ടിയത്? പറയേ. 100/5. 100 എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയുള്ള എന്ത് ചാർജാ? ടോട്ടൽ ചാർജ്. അപ്പൊ എന്തെന്ന് എഴുതാം? ടോട്ടൽ ചാർജിനെ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തേ? 5 എന്താ? 5 എന്താ? ടോട്ടൽ ലെങ്ത്. 5 എന്താ? ടോട്ടൽ ലെങ്ത് ആണോ? അപ്പൊ ടോട്ടൽ ചാർജ് ബൈ എന്താ? ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ചാർജിനെ Q എന്ന് വിളിക്കട്ടെ പക്ഷെ ടോട്ടൽ ലെങ്തിനെ L എന്ന് വിളിക്കട്ടെ. അപ്പൊ SI യൂണിറ്റ് എന്താ വരിക? SI യൂണിറ്റ് എന്താ വരിക? SI യൂണിറ്റ് ഈസ്, ചാർജിന്റെ യൂണിറ്റ് എന്താ? കുളോംബ്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പൊ എന്താണ് വരിക? കുളോംബ് പെർ മീറ്റർ. എന്താണ് വരിക? കുളോംബ് പെർ മീറ്റർ. സിമ്പിൾ അല്ലേ? എന്താ ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞ്? ചാർജ് പെർ യൂണിറ്റ്. യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് എത്രയാണോ അതിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. SI യൂണിറ്റ് എന്താ? കൂളോംബ് പെർ മീറ്റർ. SI യൂണിറ്റ് എന്താ? കൂളോംബ് പെർ മീറ്റർ. ലാംഡ എന്താ വരുന്ന ഇക്വേഷൻ? ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത്. Q ഡിവൈഡഡ് ബൈ L. Q ഡിവൈഡഡ് ബൈ L. കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. സർഫസ് ചാർജ് ഡെൻസിറ്റി. അടുത്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സിമ്പിൾ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിഗ്മയാണ്. ഓക്കെ, സിഗ്മ. സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് എന്ന് പറയുമ്പോൾ ലൈൻ മാറിയിട്ട് അവിടെ എന്തായി? ഏരിയ ആയി. എന്തായി? ഒരു ഏരിയ. ഉദാഹരണമായിട്ട് പറയാം, ബോളിൽ കാണിക്കാം. ഒരു ഗിവൺ ഏരിയ എന്ന് തന്നിരിക്കാം. ഇതിന്റെ മൊത്തം ഏരിയ 5 മീറ്റർ സ്ക്വയർ ആണ്. ഇതിൽ മൊത്തം യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജ് എത്രയാണ്? 100 കൂളോംബ് ആണ്. 5 മീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ ഏരിയ. ഈ 5 മീറ്റർ സ്ക്വയറിൽ യൂണിഫോം ആയിട്ട് എത്ര കൂളോംബ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? 100 കൂളോംബ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര ചാർജ് ഉണ്ടാവും? 20 കൂളോംബ് ആണോ? അപ്പൊ എന്താ സർഫസ് ചാർജ് ഡെൻസിറ്റി? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ എന്താണ് സിഗ്മയുടെ ഇക്വേഷൻ വരിക? ടോട്ടൽ ചാർജിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തേ? ടോട്ടൽ ഏരിയ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്തേ? ആണോ മക്കളെ? ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. അപ്പൊ ടോട്ടൽ ചാർജ് ബൈ A ഫോർ ഏരിയ. SI യൂണിറ്റ് എന്താ വരിക? SI യൂണിറ്റ് ഈസ് കൂളോംബ് പെർ മീറ്റർ സ്ക്വയർ. കൂളോംബ് പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ? കൂളോംബ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് അല്ലെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസിയാണ്. യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് ആണെങ്കിൽ ലാംഡ, യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് ആണെങ്കിൽ എന്താണ്? സിഗ്മ. ഇനി വോളിയം. ഓക്കെ, അതാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. മൂന്നാമത്തെയാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റിയുടെ സിമ്പിൾ റോ ആണ്. അപ്പൊ വോളിയം ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? ഡെഫിനിഷൻ പറഞ്ഞ് ചാർജ് പെർ യൂണിറ്റ് വോളിയം. എന്താ ഈ ചാർജ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ക്യൂബ് ആണെന്ന് സങ്കല്പിക്കുക. അതാ ഒരു ക്യൂബ്. നമ്മൾ ഇങ്ങനെ ഒരു ക്യൂബ് എടുത്തിരിക്കുകയാണ്. ഈ ക്യൂബിന്റെ ഉള്ളിൽ മൊത്തം എത്ര ചാർജ് ഉണ്ട്? 100 കൂളോംബ് ചാർജ് ഉണ്ട്. എങ്ങനെ? ക്യൂബിന്റെ ഉള്ളില് എല്ലാ എൻറ്റയർ വോളിയത്തിലായിട്ടും 100 കൂളോംബ് ചാർജ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ? അങ്ങനെ 100 കൂളോംബ് ചാർജ് വരുമ്പോ അതിലുള്ള ടോട്ടൽ വോളിയം ഇപ്പൊ 5 മീറ്റർ ക്യൂബ് ആണെന്ന് കരുതുക. അപ്പൊ ഒരു മീറ്റർ ക്യൂബില് എത്ര ചാർജ് ഉണ്ടാവും? 20 കൂളോംബ് അല്ലേ? അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ടോട്ടൽ വോളിയത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ടോട്ടൽ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ടോട്ടൽ വോളിയത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ടോട്ടൽ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോ ഡെഫിനിഷൻ പറഞ്ഞ് എന്താ വോളിയം ചാർജ് ഡെൻസിറ്റി? ചാർജ് പെർ യൂണിറ്റ് വോളിയം.
റോ ഈക്വൽ ടു എന്താണ് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ പറഞ്ഞേ ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം അല്ലെ. ടോട്ടൽ ചാർജ് എന്താ ക്യൂ, ടോട്ടൽ വോളിയം എന്താ വി. എസ് ഐ യൂണിറ്റ് അപ്പൊ എന്താ വരിക പെട്ടെന്ന് പറഞ്ഞേ. എസ് ഐ യൂണിറ്റ് എന്താ കൂളോം പെർ വോളിയത്തിന്റെ യൂണിറ്റ് എന്താ മീറ്റർ ക്യൂബ് അല്ലെ. വോളിയത്തിന്റെ യൂണിറ്റ് എന്താ മീറ്റർ ക്യൂബ്, കൂളോം പെർ മീറ്റർ ക്യൂബ്. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് അല്ലെ. കണക്കുകളും പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. പാടെടുത്ത് അവസാനിപ്പിക്കാം. ഒന്ന് രണ്ട് കണക്കുകൾ നോക്കാം. അപ്പൊ 3 ക്വാണ്ടിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, പിന്നെ എന്താണ് വോളിയം ചാർജ് ഡെൻസിറ്റി. 3 കൺസെപ്റ്റ്സ് ആണ് വരുന്നത് അല്ലെ. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്താ ഒന്ന് പറഞ്ഞേ. ചാർജ് പെർ യൂണിറ്റ് അല്ലെ. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താ? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. വോളിയം ചാർജ് ഡെൻസിറ്റി എന്താ? ചാർജ് പെർ യൂണിറ്റ് വോളിയം. ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ മാഷ്. അതായത് ലാംഡ തത്താണ്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ചാർജ് ഉണ്ട്? അത്രയും ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ട്? ടോട്ടൽ ക്യൂ എത്രയാണ് പറയാൻ പറ്റും? ലാംഡ എത്ര പറയേ? ലാംഡ 10 കൂളോം പെർ മീറ്റർ അല്ലെ. ലാംഡയുടെ യൂണിറ്റ് കൂളോം പെർ മീറ്റർ അല്ലേ? ആണോടാ അല്ലെ? അപ്പൊ ടോട്ടൽ ലെങ്ത് എത്രയാ? 5. അപ്പൊ ടോട്ടൽ ചാർജ് എത്ര ഉണ്ടാവും? ഈ 5 മീറ്റർ ലെങ്തില് എത്ര ടോട്ടൽ ചാർജ് ഉണ്ടാവും? എത്രയാ? ഒരു മീറ്ററിലുള്ള വാല്യൂ ആണ് എന്ത്? ലാംഡ. ഒരു മീറ്ററിൽ എത്രയാണ് രചന? 10. അങ്ങനെ എത്ര മീറ്റർ ടോട്ടൽ ലെങ്ത്? 5. അപ്പൊ ടോട്ടൽ എത്ര ചാർജ് ഉണ്ടാവും 5 മീറ്ററിൽ? 50. കറക്റ്റ് ആണ് പറയുന്നത്. 50 കൂടും. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ നിന്ന് വായിച്ച് പറഞ്ഞു തുടർന്ന് പറഞ്ഞ് ഇൻഡുവൽ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇനി നിങ്ങൾക്ക് ടോട്ടൽ ഏരിയയിലുള്ള ചാർജ് കാണണോ? അപ്പൊ എന്താ? ഇൻഡു ടോട്ടൽ ഏരിയ. അപ്പൊ എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് കിട്ടും. വോളിയത്തിലുള്ള ടോട്ടൽ ചാർജ് കാണണോ? റോ ഇൻഡു ടോട്ടൽ വോളിയം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് കിട്ടും. കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ. അടുത്ത ഹെഡിങ് കൊടുക്കാം. ഗോസ് തിയറം. ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. ഇന്ന് പറ്റാഞ്ചിയുടെ റെഷോട് തീർക്കാം. ഗോസ് തിയറം പറഞ്ഞിട്ട് പറ്റാഞ്ചായിട്ട് കണക്ട് ചെയ്യാം. നാളത്തോട് കൂടി ഈ പാട് നമ്മൾ വിടുകയാണ് കേട്ടോ. ഗോസ് തിയറം. GAUSS apostrophe S. ഗോസ് തിയറം, ഗോസസ് തിയറം സിമ്പിൾ ആയിട്ടുള്ള തിയറാണ്. വലിയ ബുദ്ധിമുട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അത് എങ്ങനെയാണ് പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് അതിന്റെ എക്സ്പ്രഷനും സ്റ്റേറ്റ്മെന്റും ആണ് പഠിക്കാനുള്ളത്. അതായത് ബോർഡിൽ ശ്രദ്ധിച്ചേ. Q എന്ന് പറയുന്ന ഒരു ചാർജ് എന്താ? Q എന്ന് പറയുന്ന ഒരു ചാർജ് ഒരു ക്ലോസ്ഡ് സർഫസ് സങ്കല്പിക്കുക. ക്യൂവിന് ചുറ്റും ഒരു സ്പിയർ ആയിക്കോട്ടെ, ഒരു ക്ലോസ്ഡ് സർഫസ്. ശരിക്കും അങ്ങനെ ഒരു സർഫസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർഫസ് നമുക്ക് എന്ത് ചെയ്യാം? സങ്കല്പിക്കാം. ഇമാജിനറി ആയിട്ടാവാം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും സർഫസ് ഉണ്ടാവാം. മാഷൊരു ഇമാജിനറി ആയിട്ടുള്ള സർഫസ് സങ്കല്പിച്ചു. ഓക്കെ. ഡോട്ടഡ് ലൈൻ ആയിട്ട് അല്ലെങ്കിൽ തൽക്കാലം ഫുൾ ആക്കിയിട്ട് വരയ്ക്കാം. എന്താ ഇങ്ങനെ ഒരു സർഫസ് മാഷ് സങ്കല്പിച്ചു. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് എന്ത് സർഫസ് ആണ്? ഇതൊരു എന്ത് സർഫസ് എന്നാ പറഞ്ഞേ? ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ് അല്ലെ. അടഞ്ഞു മൂടിക്കെടുക്കുകയാണ് അല്ലെ. സ്പിയർ ആണ് തൽക്കാലം എടുത്തിരിക്കുന്നത്. ഇതൊരു സർക്കിൾ ആണോ? അല്ല, സ്പിയർ ആണോ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പിയർ. സ്വാഭാവികമായിട്ടും ഈ ചാർജ് ഇവിടെ ഇരിക്കുമ്പോ ഈ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ട് വരും? പുറത്തേക്ക് വരും, അകത്തേക്ക് വരും? പുറത്തേക്ക് വരും അല്ലെ. ഇതാ ഇവിടെ നിങ്ങളുടെ ഫീൽഡ് ലൈൻ പോണ്ടാവും, ഇവിടെ നിങ്ങളുടെ ഫീൽഡ് ലൈൻ പോണ്ടാവും, ഇങ്ങോട്ട് പോണ്ടാവും, ഇങ്ങോട്ട് ഫീൽഡ് ലൈൻസ് പോണ്ടാവും. ഇല്ലേ, നമ്മൾ വരച്ചല്ലേ പോസിറ്റീവ് ചാർജിലെ ഫീൽഡ് ലൈൻസ് വരച്ചാണ്. ഇങ്ങോട്ട് പോണ്ടാവും, എല്ലാ ഡയറക്ഷൻസിലേക്കും പോണ്ടാവും അല്ലെ. പോയിന്റ് ചാർജ് ആണല്ലോ. നമ്മൾ എല്ലാ ടൈപ്പും വരയ്ക്കാൻ പഠിച്ചാണ്. ആണോടാ മക്കളെ? ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തില് ഇവിടെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ഫീൽഡ് ലൈൻസ് ആ സർഫസിലൂടെ പോയിട്ടുണ്ടാവും? അതിന്റെ എണ്ണം. നമുക്ക് എന്താ വേണ്ടത്? ഫീൽഡ് ലൈൻസിന്റെ എണ്ണം. എങ്ങനെ? ഈ സ്പിയർ എന്ന് പറയുമ്പോ ഇവിടെയൊക്കെ പോണ സ്ഥലത്തൊക്കെ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. സ്പിയർ ആയതുകൊണ്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. പുറത്തേക്ക് കിടക്കുന്ന ഫീൽഡ് ലൈനുകളാണ്. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് സർഫസിൽ നിന്ന് പുറത്തേക്ക് കടന്നു പോകുന്ന ഫീൽഡ് ലൈനുകളുടെ എണ്ണം. അതിനൊരു പേര് വിളിച്ചു നമ്മള്. എന്താ? ഒന്നുകൂടെ മാഷ് പറയാം. ഞാൻ ആ ഡെഫിനിഷൻ പറഞ്ഞ് നിങ്ങൾ പറയും. ഞാൻ ഇങ്ങനെ പറയാം. വേറെ രീതിയിൽ പറഞ്ഞാൽ കിട്ടണം.
എന്താ പെർപെൻഡിക്കുലർ ആയിട്ട് സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് സർഫസിനോട് കടന്നു പോകുന്ന ഫീൽഡ് ലൈനുകളുടെ എണ്ണത്തിന് ഒരു പേര് വിളിച്ചു, ടോട്ടൽ എണ്ണത്തിന് ഒരു പേര് വിളിച്ചു. എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് ആണോ? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പറഞ്ഞെല്ലാവരും, ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദ സർഫസ്. ഈ ഡെഫിനിഷൻസ് എങ്ങനെ പറയാൻ പറയുമ്പോൾ അവിടെ പറയുക കേട്ടോ, ഓർമ്മ നിർത്ത് പറയാം, അപ്പൊ അത് പഠിച്ചു കഴിയും. എന്താ? What is electric flux? It is the total number of electric field lines passing normally through the surface. നമുക്ക് അറിയേണ്ടത് ആ ടോട്ടൽ ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ് അല്ലെ? നമുക്ക് അറിയേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ടോട്ടൽ ഫീൽഡ് ലൈൻസ്. നമുക്ക് ഈ ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ് കിട്ടുന്നത്. പെർപെൻഡിക്കുലർ ആയിരിക്കണം. പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതിനെ വിളിച്ച പേരാണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ് ആണോ? ഇതിനെ വിളിച്ച പേരാണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അറിയാൻ ആഗ്രഹം എന്താണ്? ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പറയേ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് അറിയണം. ഈ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്തറിയണം? ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിന് നമ്മൾ ചിഹ്നം വിളിച്ചു, എന്തായിരുന്നു? ഫൈ അല്ലെ? സോ നമുക്ക് കാണേണ്ടത് ഫൈ ആണ്. അങ്ങനെ ഒരു ആഗ്രഹം. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദിസ് സർഫസ്? ഗോസ് തീരത്തിൽ പറയാണ് എന്താ? The total number of electric field lines അല്ലെങ്കിൽ the electric flux over a closed surface. എന്താണ്? The electric flux over a closed surface. എന്താണ് electric flux over a closed surface? ഒരു closed surface ൽ വരുന്ന electric flux. Electric flux എന്ന് പറഞ്ഞാൽ എന്താ? Total number of electric field lines normally passing through the surface. അല്ലേ? ഇനി അത് എപ്പോഴും പറയുന്നില്ല. ഇനി ഏത് വാക്ക് ഉപയോഗിക്കണുള്ളൂ നമ്മള്? ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ ഗോസ് പറയാണ് എന്താണ്? ഗോസ് തീരത്തിൽ പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പറയാശ്രയത്തെ ആരാ? ഇലക്ട്രിക് ഫ്ലക്സ്. ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു, അദ്ദേഹം പറയുകയാണ്, ഇസ് ഈക്വൽ ടു 1/ε0. എന്താണ്? 1/ε0 ഇൻഡു 2. അപ്പൊ എന്തെന്ന് വിളിക്കാം? 1/ε0 ഇൻഡു എന്താ വാക്ക് കൊണ്ടുവരാൻ പറ്റുക? പ്രോഡക്റ്റ് കൊണ്ടുവരാം. പക്ഷെ അത് പ്രോഡക്റ്റ് ഓഫ് 2 അത് രണ്ടാണ് അല്ലെ? ഓൾറെഡി പറഞ്ഞു 1/ε0 ടൈംസ് ഓഫ് ആരാണ്? 1/ε0 ടൈംസ് the net charge enclosed. നമ്മുടെ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ എൻക്ലോസ്ഡ് ആണ് അല്ലെ? നമ്മളെല്ലാവരും ആ എൻക്ലോസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, കവർ ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത് നമ്മള്. അപ്പൊ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ്ഡ് സർഫസിന്റെ എവിടെ? ഉള്ളിലിരിക്കുന്ന നെറ്റ് ചാർജ് കേട്ടോ. നെറ്റ് ചാർജ് കേട്ടോ, ശ്രദ്ധിക്കണം. നെറ്റ് ചാർജ് ആണ്. നെറ്റ് ചാർജ് ഇവിടെ ഇപ്പൊ എത്ര നെറ്റ് ചാർജ്? ഈ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ എത്ര ചാർജാ? പ്ലസ് ക്യൂ. മാഗ്നിറ്റ്യൂഡ് എടുക്കാം. എന്താ? ക്യൂ. ഇതാണ് എന്ത്? ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇതെന്താ ചിഹ്നം? ഇസ് ഈക്വൽ ടു അല്ലെ? ഇസ് ഈക്വൽ ടു ഒന്നുകൂടെ പറഞ്ഞേ. the electric flux over a closed surface. ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് is equal to എന്താ? 1/ε0 times the net charge enclosed. കുഴപ്പമില്ലല്ലോ. സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണാതെ പറഞ്ഞത് ഇപ്പൊ തന്നെ പഠിക്കണോട്ടല്ലോ. ഇവിടെ തന്നെ പഠിച്ചു പോകും. നാളെ ചോദിക്കുമ്പോ കിട്ടും. ആ പഠിക്കാനുള്ള ലിസ്റ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് ത്രീ ടൈപ്പ് ചാർജ് ഡെൻസിറ്റി ഗോസ് തിയറം സ്റ്റേറ്റ്മെന്റ്. നാളെ എന്തായാലും ചോദിക്കും കേട്ടോ. 2-3 ദിവസമായിട്ട് ചോദിക്കാൻ വിട്ടുപോയി. സമയമില്ലാത്ത കാരണമാണ്, ആരും തിരക്കായ കാരണമാണ്. നാളെ എന്തായാലും ചോദിക്കണം. നാളെ ഏകദേശം പാഠം കഴിയാറുണ്ട്. ഗോസ് തിയറം പിന്നെ ഏതാ? 3 ടൈപ്പ് ചാർജ് ഡെൻസിറ്റി. ഗോസ് തിയറി ഇവിടെ തന്നെ പഠിച്ചു. ഇപ്പൊ തന്നെ ചോദിക്കുന്നു. പക്ഷെ എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് മനസ്സിലാക്കുക കേട്ടോ. എന്താ ഇലക്ട്രിക് ഫ്ലക്സ്? ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫ്ലക്സിന്റെ അളവെന്ന് പറയുന്നത് 1/ε0 ആണ്. അതിന്റെ ഉള്ളിലുള്ള നെറ്റ് ചാർജോട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? പല രീതികളിൽ പറയാം. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് 1/ε0 ആൻഡ് ക്യൂ. റോഡ്സ് ലോയിലൊക്കെ പറഞ്ഞ പോലെ പറയാം അല്ലെ? അതൊക്കെ ശരിയാണ്. എങ്ങനെ വേണേ പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരെണ്ണം ജനറലായിട്ട് പറയുന്നു. അത് എല്ലാവരും പഠിച്ചാൽ നല്ലത്. അല്ല, നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ പറയണേ പറഞ്ഞു. പറയുന്നത് എന്താവണം? ശരിയാവണം. നിങ്ങൾക്ക് ഏത് നോട്ട് പഠിക്കാട്ടോ. ആദ്യം നിർബന്ധമില്ല.
ഇവിടെ തരണത് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടുന്നത് എന്ത് സാധനം വേണേൽ പഠിച്ചോ, പക്ഷെ എന്ത് ചെയ്യണം? തമാശക്ക് പറഞ്ഞല്ല, എന്ത് സാധനം വേണേൽ പഠിച്ചോ, പഠിക്കണത് എന്താവണം? ശരിയാണ്. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പഠിക്കുക, മനസ്സിലായ? ഇപ്പൊ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ എവിടേക്ക് പഠിക്കുക? ഇവിടേക്ക് പഠിക്കുക. ഇപ്പൊ സ്കൂൾ കൂടെ തുറന്നു വരുമ്പോ എന്ത് ചെയ്യുക? 2 പഠിക്കണ്ടാവും അല്ലെ? ഇപ്പൊ ഇവിടെ ഇപ്പോ ആദ്യത്തെ പാഠങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറെയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് ഡൗട്ടുകൾ എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക വരുമ്പോ. മനസ്സിലാവുണ്ടാ പറയുന്നത്? രണ്ടും കൂടി ഇട്ടിട്ട് എന്താക്കിരിക്കും അവസാനം? രണ്ടും കൂടി ഇട്ടിട്ട് തൊളാക്കരിക്കും. പിടികിട്ടുണ്ടാ പറയുന്നത്? അപ്പൊ അതുപോലെ 2 സബ്ജക്റ്റ് ആയിട്ട് വരുമോ? ഫിസിക്സ് ഭാഷ ഇത് പഠിപ്പിക്കേണ്ടത് വേറെ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുമോ? വേറെ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും, വേറെ കാര്യം പഠിപ്പിക്കാൻ പറ്റും. ഇല്ല, ഞാൻ പഠിപ്പിക്കുന്നത് കോൺട്രഡിക്ടറി ആയിട്ട് വേറെ സ്ഥലത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ചത് എന്താണ്? തെറ്റാണ് അല്ലേ? ഞാനൊരു കാര്യം പഠിപ്പിച്ചു, അതല്ല വേറെ കാര്യം സ്കൂളിൽ പഠിപ്പിച്ചു, അതിന് കോൺട്രഡിക്ടറി ആവുന്ന രീതിയിൽ അത് രണ്ടും ശരിയാവും. രണ്ടും ശരിയാവാനുള്ള സാധ്യത വളരെ എന്താ? കുറവാണ്. ഒന്നല്ലെങ്കിൽ മാഷ് പഠിപ്പിച്ച് തെറ്റിണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിൽ പറഞ്ഞ എന്താ? തെറ്റിണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ. എവിടെയെങ്കിലും സ്ഥലത്ത് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകും. കുറെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ അങ്ങനെ എഴുതിയൊന്നും ഇവിടെ ഇങ്ങനെ എഴുതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സയൻസ് എത്ര സയൻസ് ഉണ്ടാവുള്ളൂ? ഒരൊറ്റ സയൻസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അവിടെ എഴുതി ഇവിടെ എഴുതി ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് രണ്ടേ വർക്ക് ചെയ്യുള്ളൂ, വേറെ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ അത് ശ്രദ്ധിക്കപ്പോഴും മൈൻഡിൽ വെച്ചോളൂ. അപ്പൊ ഒന്ന് പറഞ്ഞു. അപ്പൊ ഏത് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ പഠിക്കാം. കൈയോടെ പറഞ്ഞേ. ഇലക്ട്രിക് ഫ്ലക്സ് over a closed surface is equal to 1 by epsilon 0 times the net charge enclosed. ഈ സ്റ്റേറ്റ്മെന്റ് ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് പറയാവുന്നേ ഉള്ളൂ അല്ലെ? സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ പറയാവുന്നേ ഉള്ളൂ. എന്താ ഫ്ലക്സ്? എന്താ അല്ല ഫൈ എന്താ? ശ്രദ്ധിക്കേ, ഫൈ എന്താ? ഇലക്ട്രിക് ഫ്ലക്സ്. ഇതെന്താ? ഈക്വൽ ടു. ഇതെന്താ? 1 by epsilon 0. ഇതെന്താ? ടൈംസ്. ഇതെന്താ? നെറ്റ് ചാർജ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഗോസ് തിയറം ഒന്നുകൂടെ പറഞ്ഞത്. ഇലക്ട്രിക് ഫ്ലക്സ് over a closed surface is equal to 1 by epsilon 0 times the charge enclosed. Net charge enclosed. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 1-2 ചെറിയ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഇവിടെ ഒരു 5 കൂളോംബ് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു -5 കൂളോംബ് ഇരിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഫൈ? തലം ഉപയോഗിച്ച് ക്ലോസ്ഡ് സർഫസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ ഒരു +5 കൂളോംബ് ഒരു -5 കൂളോംബ് ഉണ്ട്. ഫൈ കാണണം. ഫൈ കാണാൻ ഇക്വേഷൻ എന്താ? വേഗം പറയണ്ട മക്കളെ. 1 by epsilon 0 into net charge. വേഗം പറഞ്ഞു. ഉത്തരം എത്രയാ? വാട്ട് ഈസ് ഫൈ? എനിക്ക് ഫൈയുടെ ഉത്തരം മതി. ഫൈയുടെ ഉത്തരം എത്രയാ? അല്ലേ? എത്രയാ? 0. എന്തുകൊണ്ടാ 0 വന്നേ? നെറ്റ് ചാർജ് എത്രയാ? നെറ്റ് ചാർജ് കണ്ടെങ്കിൽ നമുക്ക് അറിയാം അല്ലെ? എല്ലാ ചാർജസും ആഡ് ചെയ്താൽ മതി. അപ്പൊ ഒരു +5 കൂളോംബ് പ്ലസ് ഒരു -5 കൂളോംബ്. അപ്പൊ നെറ്റ് ചാർജ് എത്രയാ? 0 കൂളോംബ് ആണ് വരിക. അപ്പൊ ഈ ക്യൂബ് എത്രയായി? 0 ആയി. അതിന്റെ യുക്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. +5 എത്രയാണ് പുറത്തേക്ക് പോണേ? അത്രണ്ണം തന്നെ ഇവിടെ വന്ന് കയറും. -5 വന്ന് കയറും. അപ്പൊ ഫ്ലക്സ് എത്രയായി? 0 ആയി. കുഴപ്പമില്ലല്ലോ. നെറ്റ് ചാർജ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ പ്ലസ് ഇല്ലെങ്കിലോ അല്ല മൈനസ് ഇല്ലെങ്കിലോ ഇപ്പൊ എത്രയാ? 1 by epsilon 0 into 10. എത്ര വരിക? 10. ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. എന്താ ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ്. അത് എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഭാഷ പറയുന്നില്ല, തന്നെ എഴുതിയാൽ ചോദിക്കാൻ പോവാണ് കേട്ടോ. കയ്യോടെ ചോദിക്കുകയാണ്. എഴുതുന്നതിന്റെ കൂടെ പഠിക്കും കൂടെ ചെയ്യാം. ഇക്വേഷൻ എഴുതുക കേട്ടോ. ഇക്വേഷൻ കൂടെ എഴുതുക. ഗോസ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി 3 ഡെറിവേഷൻ കൂടെ ഉള്ളൂ. പറഞ്ഞേ, അന്നൊന്ന് പറഞ്ഞ എന്നാ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ മാഷ്. ചോദ്യോട്ടോ പറയാം. പറഞ്ഞോ, എനിക്കത് പറയും. വെരി ഗുഡ് സർ. ഇസ് ഈക്വൽ ടു നെറ്റ് ചാർജ്. എവിടെ? എൻക്ലോസ്ഡ്. അല്ലെങ്കിൽ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. പഠിച്ച ഈസി അല്ലേ? ഇനി ആരാ പറയുന്നത്? ലെവിന ഒന്ന് പറഞ്ഞേ. ലെവിന.
അത് പറഞ്ഞ അസൈൻമെന്റ് പറഞ്ഞു. ഇക്വേഷൻ ആലോചിക്കും, നോക്കണ്ട. ഇസ് ഈക്വൽ ടു ടൈംസ് ക്യൂ എന്താ? നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. എന്നോട് പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് ടൈംസ് പറഞ്ഞ പിന്നെ ഇൻറ്റു പറയുന്നത് ടൈംസ് ഞാനാ പറയുന്നത് സോൺ എന്ന് പറഞ്ഞു. ടൈംസ് ക്യൂ എന്താ? എന്താ? നെറ്റ് ചാർജ് അല്ലെ? എന്താ? എൻക്ലോസ്ഡ്. ഞാനാ പറയുന്നത് കേന്ദ്രമേരി എന്ന് പറഞ്ഞ കേന്ദ്രമേരി സർഫസ് ഈക്വൽ ടു ഇടയില് ഈസ് ഈക്വൽ ടു ടൈംസ് അപ്പുറത്താരാ? ക്യൂ എന്താ? നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ഫാക്ടറിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഫാക്ടറിക്ക് ഇപ്പൊ എന്താ ചെയ്യുന്നത് പറഞ്ഞ ബികോമിന് പോയി, അല്ല ജർമ്മൻ പഠിക്കാൻ പോയി. ഡിഗ്രി ഒന്നും ചെയ്തില്ല ആള്. കഴിഞ്ഞല്ലായിരുന്നോ പ്ലസ് ടു റിസൾട്ട് പറഞ്ഞ? കഴിഞ്ഞതിന്റെ മുന്നത്തെ കൊല്ലം അല്ലേ? ആരുടെ ബാച്ചായിരുന്നു? അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ബാച്ചായിരുന്നു ജസ്റ്റിനൊക്കെ ബാച്ച്. ആരോൺ. ആ ഭൂമിയിൽ നിന്ന് ആരോൺ. ആ മറ്റേ അപ്പൊ അതിന്റെ മുന്നത്തെ ബാച്ചല്ലേ? മനസ്സിലായി മനസ്സിലായി. ആരോണും പിന്നെ അവസാനമായപ്പോ വന്നില്ലാന്ന് തോന്നുന്നു. ഇല്ല, ആരോൺ വന്നു തോന്നുന്നു. ആരോൺ വന്നു പ്ലസ് ടുവിലാണ് വന്നതെന്ന് തോന്നുന്നു. ആരോൺ പ്ലസ് വണ്ണിൽ വന്നില്ല തോന്നുന്നു. ആരോണാ? അതേത് ആരോണുള്ളത്? കുറെ പേര് അനിയന്മാരൊക്കെ വന്നിരിക്കണ്ടല്ലേ? അപ്പൊ സോനഡാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട്. അനിയന്മാരും അനിയത്തിമാരൊക്കെ വേറെ ഉള്ള ആരിഫി അല്ലെ? ചേച്ചിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആരാ? റാഫേലിന്റെ ചേച്ചിനെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പഠിപ്പിച്ചിട്ടുണ്ട്. ജസ്വിന്റെ ചേട്ടന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടന്മാരില്ലേ? ചേട്ടനെ പഠിപ്പിച്ചിട്ടുണ്ടോ അല്ലെ? രണ്ടുപേര് പഠിപ്പിച്ചിട്ടുണ്ടോ അല്ലെ? ചെറുതായിട്ട് ചേട്ടനെയാണ് കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ആ പിന്നെ ആരാ? മഹർബലിന്റെ ചേച്ചിനെ പഠിപ്പിച്ചിട്ടുണ്ട്. മാഷിക്ക് വയസ്സായി തുടങ്ങിയോ? പിന്നെ ആരാ? നിങ്ങളുടെ ടീമിന്റെ ആരും പഠിപ്പിച്ചിട്ടില്ല തോന്നുന്നു അല്ലെ? ആ നിന്റെ ചേച്ചിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആന്റിയുടെ ചേച്ചിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്റ്റീവോന്റെ ചേട്ടനെ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ എത്ര കൊല്ലം പോയെന്നറിയോ? ഇവളുടെ ചേച്ചിനെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചോ, മുന്നേ പഠിപ്പിച്ചോ അല്ലെ? നിന്റെ മാസ്റ്റർ പഠിപ്പിച്ചത് ഇങ്ങനെയൊന്നും പോയിട്ട് അല്ലേ ഫീ പൈസ കയറിയാലോ അല്ലെ? കാശൊന്നും ഇല്ല ചേച്ചിനെ. അങ്ങനെ സമയങ്ങൾ ഇങ്ങനെ പോവാനെ. ഇപ്പൊ എത്ര വയസ്സായപ്പോ? 32 വയസ്സായി. നിങ്ങൾക്ക് എത്ര വയസ്സാ? 17 വയസ്സ്. ഞാൻ പഠിപ്പിക്കുമ്പോ പിള്ളേർക്ക് 17 വയസ്സുള്ളപ്പോ പഠിപ്പിച്ചിട്ടേ ഇപ്പൊ അത് ഭയങ്കര വ്യത്യാസമായി പറഞ്ഞു. 32 വയസ്സായി. ജോസിനെ പഠിപ്പിക്കും. ജോസിന് എത്ര വയസ്സപ്പോ? 23. അല്ലടാ ഏറ്റവും മൂത്ത ചേട്ടൻ 23 ആയിട്ടുള്ളൂ. ആ അപ്പൊ തന്നെ കുറെ സമയം ഉണ്ടല്ലോ. അപ്പൊ നിന്റെ ചേച്ചിയാ 24 കൊല്ലം. 24 ഇപ്പൊ 7 വർഷത്തിലൊക്കെ അതിന് മുന്നേ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടോ? സാൻജോന് എത്ര വയസ്സായി? സാൻജോന്റെ ഏജ് ഉണ്ടാവും 25-26 ഉണ്ടാവും. ശരി, സാൻജോനെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ പഠിപ്പിക്കുമ്പോഴല്ല ക്രിസ്റ്റഫറിനെ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ക്രിസ്റ്റഫറിനൊക്കെ 28 വയസ്സായി, 29 വയസ്സൊക്കെ ആയി. അവരൊക്കെ പഠിപ്പിക്കുമ്പോ ഇടാപോടാ എന്താണ് വയസ്സ് ഭയങ്കര ഇതല്ലേ? എന്തായി വല്ല നടപടിയാ? നീ ആരാ പറയണ? ആദിത്യ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആദിത്യ ഇലക്ട്രിക് ഗോസ് തിയറം എന്ന് പറഞ്ഞേ. എല്ലായിരിക്കണം മക്കളെ. ടൈംസ് കഴിഞ്ഞിട്ട് എന്താ? വെരി ഗുഡ്. നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്.
ഇങ്ങനെ പറയുന്നത്. ആയിഷ എന്ന് പറഞ്ഞേ, ആയിഷയെ പഠിക്കണട്ടാ, പഠിപ്പ് തുടങ്ങിയിട്ടില്ല എന്നാണ്. ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് എവിടെ? ഓവർ എ ക്ലോസ്ഡ് സർഫസ്. വെരി ഗുഡ്. നെറ്റ് ചാർജ് എന്താ? എൻക്ലോസ്ഡ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് പഠിച്ചാ? അതിനകത്ത് ബദൽ ഒന്ന് പറയണ്ട, പറഞ്ഞേ. നെറ്റ് ചാർജ് പറഞ്ഞ ശ്രദ്ധിച്ചില്ല. സ്റ്റേറ്റ്മെന്റ് പഠിച്ചില്ലേ എല്ലാവരും? കുഴപ്പമില്ലല്ലോ, തന്നെ പഠിച്ചോ? അന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ആയെന്ന് ആയിക്കോട്ടെ. രണ്ടുപേരും പറഞ്ഞോ, രണ്ടുപേർക്ക് വർഷം വേണ്ട, ആരും പറയാദ്യം. അടുത്ത ആള് പറഞ്ഞേ. ഇത്രയും സമയം ചെലവാക്കിയിട്ട് എന്ത് ഇപ്പൊ എന്നെ പഠിപ്പിച്ച് ചോദിക്കാനുള്ള കാരണം ആ സ്റ്റേറ്റ്മെന്റ് അത്രയും എന്താണ്, അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പഠിച്ചില്ലേ എല്ലാവരും ഒരു വിധം? അത്രയും പ്രധാനപ്പെട്ടതാണ്, മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ലാസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് പറയേ എൻക്ലോസ്ഡ്, നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ സർഫസ്. ഇനി ഒന്നും പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും പറയുക, ഫൈ ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ, അതെങ്കിലും എന്ത് ചെയ്യാം, മിനിമം പറയാം. കോശത്തിന്റെ പ്രൂഫിലേക്കൊന്നും നമ്മൾ പോണില്ല. അടുത്തത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ, ഗോഷ്യൻ സർഫസ്. ഗോഷ്യൻ സർഫസ്, ഗോഷ്യൻ സർഫസ്, ഗോഷ്യൻ സർഫസ്. ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് പറഞ്ഞു ഈ സർഫസ് ചിലപ്പോൾ റിയൽ ആവാം, ചിലപ്പോൾ എന്താവാം, ഇമാജിനറി ആവാം. ഇപ്പൊ സർഫസ് ഇല്ലെങ്കിൽ നമുക്കൊരു സർഫസ് എന്ത് ചെയ്യാം, സങ്കല്പിക്കാം. അതായത് ഇവിടെ ഒരു ക്യൂ എന്ന് പറഞ്ഞ ചാർജ് വെച്ചു മാഷ്, നിങ്ങൾക്കൊരു ആഗ്രഹം r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു സർഫസിലൂടെ എത്ര ഫ്ലക്സ് പോവും എന്നറിയാൻ നിങ്ങൾക്ക് ഒരു ആഗ്രഹം. സർഫസ് ഉണ്ടോ അവിടെ? r ഡിസ്റ്റൻസ് അകലെ സർഫസ് ഉണ്ടോ? സർഫസ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർഫസ് എന്ത് ചെയ്യാം, ഒരു സർഫസ് എന്ത് ചെയ്യാം, സങ്കല്പിക്കാം. ക്ലോസ്ഡ് സർഫസ് ആയി. അപ്പൊ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് എന്താവാം, നമ്മുടെ ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ആയിട്ടുള്ള എന്താണ്, സർഫസ് ആണ്. അത് നമ്മൾ എടുക്കുന്നതാണ്. ക്ലിയർ? റിയൽ ആണെങ്കിൽ റിയൽ ആവും, ചിലപ്പോൾ സർഫസ് ഉണ്ടാവും, കുഴപ്പമില്ലല്ലോ. അപ്പൊ എഴുതിയേ എന്താ ഗോഷ്യൻ സർഫസ്? an imaginary surface, an imaginary surface enclosing a charge, an imaginary surface enclosing a charge, an imaginary surface enclosing a charge. അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഗോഷ്യൻ സർഫസ് എന്താവാം? ഇറ്റ് ക്യാൻ ബി എനി ഷേപ്പ്, ഇറ്റ് ക്യാൻ ബി എനി ഷേപ്പ്. തൊട്ട് താഴെ മാർക്ക് ചെയ്ത് വെക്കുക, ഇറ്റ് ക്യാൻ ബി എനി ഷേപ്പ്. അതായത് ഇങ്ങനെ ഒരു ചാർജ് വെച്ചു, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ സർഫസ് എടുക്കാം, ഒരു ക്യൂബ് പോലെ എടുക്കാം. ക്യൂബിന്റെ നടുക്കിലാണ് ഇരിക്കുന്നത്, ക്ലോസ്ഡ് സർഫസ് അല്ലേ? മനസ്സിലായോ? ഏത് ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാന്ന്. സ്പിയർ തന്നെ വേണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. പക്ഷെ എന്താവണം നിർബന്ധമുണ്ട്? എന്താവണം? ക്ലോസ് ആവണം. എന്താവണം? ക്ലോസ്ഡ് സർഫസ് ആവണം എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ബാക്കിയൊന്നും പ്രശ്നമില്ല. അപ്പൊ എന്താണ് ഗോഷ്യൻ സർഫസ്? ഒന്ന് വായിച്ചേ. ഇമാജിനറി സർഫസ് അല്ലെ, എൻക്ലോസിംഗ് ദ ചാർജ്. ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ഷേപ്പ്. അതിന് എന്ത് ഷേപ്പ് വേണമെങ്കിലും വരാം. ഓക്കെ, ഈ ചോദ്യം ഒന്ന് എഴുതിക്കോ. ഇത് പരീക്ഷയ്ക്ക് വരാറുള്ളത് കൈയോടെ ചെയ്തു പോകും. കുറച്ച് ന്യൂമറിക്സ് ഒക്കെ ഉണ്ട്, നമുക്ക് അത് സൊല്യൂഷൻസിൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഒന്ന് റിവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അത്. പിന്നെ ഫിസിക്സിൽ നമ്മൾ പറഞ്ഞല്ലോ കുറെ ടൈപ്പ് എന്താണ് ന്യൂമറിക്കൽസ്, അങ്ങനത്തെ ഒരു പ്രാക്ടീസ് പിന്നീട് ചെയ്യാം. ഓക്കെ, എ പോയിന്റ് ചാർജ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്തു പോകാം. എ പോയിന്റ് ചാർജ് പ്ലസ് 10 മൈക്രോ കൂളോംബ്, എ പോയിന്റ് ചാർജ് പ്ലസ് 10 മൈക്രോ കൂളോംബ് is at a distance 5 centimeter, is at a distance 5 centimeter directly above the center of a square of side 10 centimeter, directly above the center of a square of side 10 centimeter as shown in the figure.
as shown in the figure. Full stop. What is the magnitude of the electric flux? What is the magnitude of the electric flux through the square? What is the magnitude of the electric flux through the square? What is the magnitude of the electric flux through the square? ഇതാണ് പടം. പടം ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് അവസ്ഥ. ഇത് വിശദീകരിച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഇപ്പോഴും വരാറുണ്ട്. എന്തായി? നോക്കാം. എന്താ പറയുന്നത്? ഒരു ചാർജ് അല്ലെ, ഒരു ചാർജ് 10 കൂളോംബ് ഉള്ള ഒരു ചാർജ്. എത്രയാ? 10 മൈക്രോ കൂളോംബ് കേട്ടോ. 10 മൈക്രോ കൂളോംബ് ഉള്ള ഒരു ചാർജ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ കിടക്കുന്നുണ്ടല്ലോ, ഇവിടെ ശ്രദ്ധിക്കുക. 10 മൈക്രോ കൂളോംബ് ഉള്ള ഒരു ചാർജ് എവിടെ നിൽക്കണമെന്നാ പറയുന്നത്? 10 മൈക്രോ കൂളോംബ് ഉള്ള ചാർജ് ഈ സെറ്റ് 5 സെന്റിമീറ്റർ എബോവ്. അപ്പൊ ഇതൊരു സ്ക്വയർ ആണെന്ന് കരുതുക. ഈ സ്ക്വയറിന്റെ സെന്ററിൽ നിന്ന് എത്ര മീറ്റർ ഉയർന്നിട്ടാണ് നിൽക്കണേ? 5 സെന്റിമീറ്റർ ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. എന്ത്? 10 മൈക്രോ കൂളോംബ് ഉള്ള ചാർജ്. എ ചാർജ് ഓഫ് 10 മൈക്രോ കൂളോംബ് ഈസ് 5 സെന്റിമീറ്റർ ഡയറക്ട്ലി അബവ് ദ സെന്റർ ഓഫ് എ സ്ക്വയർ. അപ്പൊ ഇതെന്താ? സ്ക്വയറാ. സ്ക്വയറിന്റെ സൈഡ് എത്രയാ? 10 സെന്റിമീറ്റർ. സ്ക്വയറിന്റെ സൈഡ് എത്രയാ? അപ്പൊ ഒന്ന് പറഞ്ഞേ, ഈ സൈഡ് എത്രയാ? 10. ഈ സൈഡ് എത്രയാ? ഈ സൈഡ് എത്രയാ? ഈ സൈഡ് എത്രയാ? 10. ഇവിടുന്ന് മുകളിലേക്ക് എത്രയാ? ഇവിടുന്ന് സ്ക്വയറിന്റെ പക്ക സെന്ററിൽ നിന്ന് 5. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫ്ലക്സ് ലൈൻസ് ഈ ഫേസിലേക്ക് പോവില്ലേ? പോവില്ലേ? എത്ര ഫ്ലക്സ് ലൈൻസ് ഈ ഫേസിൽ നിന്ന് അടിയിലേക്ക് പോകുന്നുണ്ട്? എത്ര ഫ്ലക്സ് താഴേക്ക് പോകുന്നുണ്ട്? വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്? എന്താണ് ചോദ്യത്തിൽ പറഞ്ഞത്? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ. ഈ സ്ക്വയറിലൂടെ പോണ എന്ത് കിട്ടണം? ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടണം. 5 കിട്ടണം. ഈ സ്ക്വയറിലൂടെ പോകുന്ന എന്ത് കിട്ടണം? ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് കിട്ടണം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന് എവിടെയാ ഇരിക്കണേ? ഇതിന്റെ ചാർജ് എവിടെ ഇരിക്കണേ? 5 സെന്റിമീറ്റർ അകലല്ലേ ഇരിക്കണേ? ആണോ? അതെ. ഇവിടെ ക്ലോസ്ഡ് സർഫസ് ഉണ്ടാ? ഇല്ല. ഇവിടെ ഒരു സ്ക്വയർ മാത്രമാണ് ഉള്ളത് അല്ലെ? ഇല്ല മക്കളെ. അപ്പൊ നമ്മൾ ഇതിനെ എന്താണ്? ഒരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് സങ്കല്പിക്കുകയാണ്. ഒരു ബുക്ക് തന്നെ, ഒന്ന് രണ്ട് ബുക്ക് തന്നെ, ഒരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് സങ്കല്പിക്കുകയാണ്. ഇതാ ഇതിങ്ങനെ നിൽക്കുകയാണ് അല്ലെ? ഇതിങ്ങനെ നിൽക്കുകയാണ്. പിടിക്കും. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ പക്ക എവിടെയാണ് നിൽക്കണ ചാർജ്? 5 പക്ക എവിടെയാ? 5 സെന്റിമീറ്റർ അല്ലെ? 10 മൈക്രോ കൂളോംബ് പക്ക 5 സെന്റിമീറ്റർ. അപ്പോ നമ്മളൊരു ഗോഷ്യൻ സർഫസ് സങ്കല്പിക്കുക. എങ്ങനെ? ഇവിടെ വെച്ചു. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തെടുത്തിട്ട് എവിടെ വയ്ക്കും? നമ്മള് അപ്പുറത്ത് വയ്ക്കും അല്ലെ? ഇവിടെ വെച്ചു. ക്ലിയർ? ഈ പിടിക്കണം. ഇവിടെ വയ്ക്കും, ഇവിടെ വയ്ക്കും. കുഴപ്പമുണ്ടാ? ഒക്കെ എന്താ? സ്ക്വയറുകളാണ് കേട്ടോ. ഒക്കെ എന്താ? സ്ക്വയർ. ഇനി പറഞ്ഞ എവിടെ വയ്ക്കണം? മുകളിൽ. അപ്പൊ എന്ത് സർഫസ് ആയി? ക്ലോസ്ഡ് സർഫസ്. എന്താ ക്ലോസ്ഡ് സർഫസിന്റെ ഷേപ്പ്? ക്യൂബ്. അവിടെ ശ്രദ്ധിക്കുക. എന്താ ക്ലോസ്ഡ് സർഫസിന്റെ ഷേപ്പ്? ക്യൂബ്. അപ്പൊ ഈ ക്യൂബിന്റെ പക്ക നടുക്കിലാണ് ആരിക്കണേ? ക്യൂബിന്റെ പക്ക നടുക്കിലാണ് ആരിക്കണേ? ചാർജ് ഇരിക്കണേ. ശരിയല്ലേ? അപ്പൊ ഈ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് മൊത്തം വരുന്ന ഫ്ലക്സ് നമുക്ക് കാണാൻ പറ്റില്ലേ? ഗോസ് തിയറം സ്റ്റേറ്റ് ചെയ്തേ. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ സംഭവിക്കുന്നത് ബോർഡിൽ ശ്രദ്ധിക്കുക. നമ്മള് ഒരു എന്താക്കിയിട്ട് മാറ്റുകയാണ്? ഇതിന് ക്യൂബ് ആക്കിയിട്ട് മാറ്റുകയാണ്. വല്ലാത്തൊരു ക്യൂബായി പോയി. മനസ്സിലായില്ലേ? ക്യൂബ് ആക്കിയിട്ട് മാറ്റുകയാണ്. ക്യൂബായിട്ട് സങ്കല്പിച്ചു. അപ്പൊ എത്ര ഫേസ് നമ്മള് ഇമാജിൻ റേറ്റ് കൊടുത്തു? 5 സ്ക്വയർ ഇമാജിൻ റേറ്റ് കൊടുത്തു. അതിന്റെ നടുക്കിലാണ് ആരിയിരിക്കുന്നത്? ചാർജ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന് പുറത്തേക്ക് വരുന്ന ഫ്ലക്സ് ആണ് കോസ് തിയറം. എന്താ? φ = 1/ε0 ഇൻറ്റു ക്യൂബ്. ആണോ? ഫ്ലക്സ് കിട്ടിയില്ലേ നിങ്ങൾക്ക്? പക്ഷെ ഇവര് ചോദിച്ചാണ് എന്താ ചോദ്യം നോക്കിയേ? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ആണോ ചോദിച്ചാണ്? അല്ല, ത്രൂ ദ സ്ക്വയർ. നമുക്ക് വേണ്ടത് ഒരു ഫേസിൽ കൂടെ വരുന്ന ഫ്ലക്സ് ആണ് അല്ലെ? ഇപ്പൊ ബോർഡിൽ എഴുതിയാണ് ഫ്ലക്സ് എത്ര ഫേസിൽ കൂടെ വരുന്നതാ? മൊത്തം ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാ. അത് എത്ര ഫേസാ? 5 ഫേസ് ആണോ ക്യൂബിന്? 5 ഫേസ് നമ്മൾ ഇമാജിനറി വെച്ചു. ഒരു ഫേസ് ശരിക്കും ഉണ്ടല്ലോ. മനസ്സിലായില്ല? ഇങ്ങോട്ട് പിടിച്ചേ.
അതായത് ഇങ്ങനെയല്ല വരണേ. ഇതൊരു ഫേസ് ഓൾറെഡി ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഒരു ഫേസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അടുത്ത ഫേസ് ഇവിടെ, അടുത്ത ഫേസ് ഇവിടെ, അടുത്ത ഫേസ് ഇവിടെ, ഇവിടെ മുകളിൽ. അപ്പൊ എത്ര ഫേസ് വരിക? ക്യൂബിന് 6 ഫേസ് അല്ലേ? ആ, അപ്പൊ ഈ ഫ്ലക്സ്, ഈ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്ര ഫേസിലൂടെ പുറത്തേക്ക് വരുന്നതാ? പറ. പക്ക നടുക്കിലല്ലേ ഇരിക്കണേ? അപ്പൊ ഒരു ഫേസിലൂടെ പുറത്തേക്ക് വരുന്നത് എത്രയായിരിക്കും? ഒരു ഫേസിലൂടെ 6 ഫേസിലൂടെ വരുന്നതാണ് ഇത്. അപ്പൊ ഒരു ഫേസിലൂടെ വരുന്ന എത്രയാ? ഏത് ബൈ ഏത്? 1/6 ഇൻറ്റു അല്ലെങ്കിൽ 5 എത്ര? 6 ആണോ? സിമ്പിൾ ആയിട്ടുള്ള കണക്കുകളല്ലേ. അതായത് ഗോസ് തിയറം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് എൻറ്റയർ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് വരുന്ന ഫ്ലക്സ് ലൈൻസ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഒരു ഫേസ് ചെയ്ത് പുറത്തേക്ക് വരണതാണ്. 6 ഫേസ് ചെയ്തും കൂടെ പുറത്തേക്ക് വരണതാണ് എവിടെ നിന്ന് കിട്ടണേ? ഏത് തിയറത്ത് കിട്ടണേ? ഗോസ് തിയറത്ത് കിട്ടണേ. അപ്പൊ അതാണ് 5. 6 ഫേസ് ആണ് എന്ത് പറയടാ? 5. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ, അതായത് ഒരു ഫേസ്. അപ്പൊ എത്രയാ? 5/6. ഐഡിയ മനസ്സിലായ? ഒന്നുകൂടെ പറയാം. ഒരു സ്ക്വയർ ഇവിടെ നിൽക്കണു, അവിടെ 5 സെന്റിമീറ്റർ മുകളിൽ ഇത് നിൽക്കണു. നമുക്ക് ഈ ഫേസിൽ കൂടെ വരുന്ന മാത്രം ഫ്ലക്സ് ആണ് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്യൂബ് അങ്ങോട്ട് സങ്കല്പിച്ചു. എന്നിട്ട് ആ ക്യൂബ് എന്ന് പറഞ്ഞ എന്ത് കണ്ടെത്തി? മൊത്തം ഫ്ലക്സ് കണ്ടെത്തി. മൊത്തം ഫ്ലക്സ് ആണോ ചോദിച്ചാണ്? അല്ല. എത്രയാ? ഒരു ഫേസ്. അപ്പൊ ആ മൊത്തം ഫ്ലക്സ് എത്രയോട് ഡിവൈഡ് ചെയ്യണം? അത് എന്തുകൊണ്ടാണ് 6 ഡിവൈഡ് ചെയ്യണത്? നിൽക്കണത് പക്ക എവിടെയാ? സെന്ററിലായ പറയേണ്ടി വരും അല്ലേ? 10 സെന്റിമീറ്റർ ആണ് ക്യൂബിന്റെ ഹൈറ്റ് വരിക അല്ലെ? 5 സെന്റിമീറ്ററിലാണ് നിൽക്കണേ. അതല്ലെങ്കിൽ വ്യത്യാസം കാണിക്കും ഇല്ലേ? ഇത് കുറച്ച് വേറെ ഫേസിന്റെ അടുത്തേക്ക് നിൽക്കുകയാണെങ്കിൽ വ്യത്യാസം കാണിക്കില്ലേ? യൂണിഫോം ആയിട്ടാണോ ഫ്ലക്സ് വരിക? അല്ല, അടുത്ത് നിൽക്കുന്ന ഫ്ലക്സിൽ കുറച്ചുകൂടെ കൂടുതൽ അകലേക്ക് പോകുന്ന ഫ്ലക്സ് ആകുന്ന പോലെ ചെയ്യാം. അതൊരു പ്രശ്നമുണ്ട്. അതൊക്കെ പോട്ടെ. കറക്റ്റ് ആണ് നടുക്കിൽ നിൽക്കണേ. അപ്പൊ മൊത്തം വരണേ എത്രയോട് ഡിവൈഡ് ചെയ്താൽ മതി? 6 ഡിവൈഡ് ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് സാർ. ക്ലിയർ? അപ്പൊ ഇത് എങ്ങനെ ആൻസർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം? ആൻസർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. എന്താ? ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ. ഫ്ലക്സ് ആൻസർ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ ഈക്വൽ ടു 1/6 ഇൻറ്റു 5. കുഴപ്പമില്ലല്ലോ. അതായത് മൊത്തം ഫ്ലക്സിന്റെ എത്രയിലൊരു ഭാഗം? 6 ഭാഗം. ആ 5 എങ്ങനെ കാണും? ഗോസ് തിയറം പ്രകാരം 1/ε0 ഇൻറ്റു 1/ε0 ഇൻറ്റു Q. അപ്പൊ കൂട്ടി എഴുതുമ്പോൾ എന്ത് ചെയ്യാം? Q ഡിവൈഡഡ് ബൈ 6ε0. Qന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയില്ലേ? 10 മൈക്രോ കൂളോംബ് ആണ്. അപ്പൊ 10 ഇൻറ്റു 10⁻⁻6 വേണ്ടേ? മൈക്രോ കൂളോംബിനെ ഇതിലേക്ക് മാറ്റണം, കൂളോംബിലേക്ക് മാറ്റണം. ബൈ അടിയിൽ ഒരു 6 ഉണ്ട്. ε0ന്റെ വാല്യൂ എത്ര? 8.85 ഇൻറ്റു 10⁻12. അത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത്രയും ന്യൂട്ടൺ പെർ. ഇത്രയും ഒരു ഉത്തരം കിട്ടുകയും ചെയ്തു. അത്രയും എന്താ യൂണിറ്റ് പറഞ്ഞേ? ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ്. കൂളോംബ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ്. അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് പറഞ്ഞിരുന്നു എന്താ? അതൊക്കെ പഠിക്കണം കേട്ടോ. ഫ്ലക്സിന്റെ യൂണിറ്റ് ഒക്കെ പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കണം കേട്ടോ. നാളെ വരുമ്പോ പഠിക്കണം കേട്ടോ. പഠിച്ചുകൊണ്ട് വരണം. ആ വാല്യൂ ചെയ്തിട്ട് പറഞ്ഞേ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. മറ്റൊന്നും നടക്കാനുണ്ട്. ഡൗട്ട് നിങ്ങൾ ചോദിക്കാണ്ട് അത് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. എഴുതി പഠിക്കാൻ പറഞ്ഞിരുന്നു ട്യൂട്ടോറിയൽ. എഴുതി പഠിച്ചിട്ടുണ്ടാ? ആക്ച്വലി എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എഴുതി പഠിച്ചാൽ പറയണ
വാല്യൂ പറഞ്ഞില്ലല്ലോ. വാല്യൂ എത്രയാ വന്നത്? 180 into 18 180 188 പക്ക 10⁻³ അത് കുഴപ്പമില്ല. 1.8 വന്നെന്താ? ഇതൊന്നും വന്നിട്ടില്ലേ? അയ്യോ എന്റെ സ്കെച്ച് കാണാമല്ലോ. അവിടെ എത്രയാ വന്നേ? 188.8. ഇതൊരു ഉത്തരം അവർ പറഞ്ഞിട്ടുണ്ട്. 230 പറയേ നിങ്ങളുടെ ഉത്തരം എത്രയാ പറ. 188.3 ലക്ഷ്മി പറഞ്ഞു 323. അത് കുഴപ്പമില്ല, സെയിം അല്ലേ? അല്ല ഇവിടെ ഒരു പോയിന്റ് പവർ ഉണ്ടാവുമല്ലോ. 191. ഇത് സിമിലർ ആണെന്ന് തോന്നുന്നു അല്ലെ? 1 2 3 കയറി വരുമ്പോ 3 പോയിന്റ് മാറുമല്ലോ. അത് കുഴപ്പമില്ല. അപ്പൊ രണ്ട് സിമിലർ ആൻസറാ. ബാക്കിയുള്ള വേറെ 213 ഒക്കെ പറഞ്ഞല്ലോ ഇടയില്. ഇല്ല റേഡിയേഷൻ ഇത് രണ്ട് സെയിം അല്ല മങ്ങളെ. കാരണം എന്താ? ഇവിടെ ഇൻഡു 1000 കൂടി ഉണ്ടെന്ന്. അപ്പൊ ഈ എന്റെ 1000 വരുമ്പോ ഇവിടെ അവിടേക്ക് ഈ പോയിന്റ് കയറിയിട്ട് 2 1 2 3 പോയിന്റ് കയറുമ്പോ അല്ലടാ. അപ്പൊ ഇവിടെ വരല്ലേ വരാൻ പാടുള്ളൂ. ചെറിയൊരു മിസ്സിംഗ് കാണുന്നുണ്ടല്ലോ. 188.23 ആണ്. അപ്പൊ ഇതിന്റെ ഇവർക്ക് 32 വരുന്നത് 32 ആണ്. ഓക്കെ. 188. പവർ വായിക്കുന്നത് 3 ആണോ? 3 ആവുമ്പോ 3 പോയിന്റ് നീക്കുമ്പോ 1 2 നീക്കുമ്പോ ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ശരി. ഓക്കെ. അപ്പൊ കറക്റ്റാ. രണ്ട് സിമിലർ ആൻസർ. അത് മനസ്സിലായ? പവർ പവറിലെ പവറിനൊരു കാര്യം ചെയ്ത ഈ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരത്തിൽ ഈ എൻ ജി ഒന്ന് അടിച്ചു നോക്കിയേ. ഈ എൻ ജി ഉണ്ടാവും കാണിച്ചത് 3 വന്നിട്ട് ഈ എൻ ജി ഒന്ന് ടൈപ്പ് ചെയ്ത് വോയിസ് ഒക്കെ ചെയ്താ ആർക്കെങ്കിലും കിട്ടിയോ? കറക്റ്റ് ഉത്തരം കിട്ടിയാ? എത്ര കിട്ടിയ എന്ന് പറഞ്ഞേ? സെയിം ആണോ? ഈ എൻ ജി അടിച്ചോ? ഈ എൻ ജി കിട്ടിയോ? പവറായിട്ട് ഈ എൻ ജി അടിച്ചോ? നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഉണ്ടല്ലോ. അതിന് ഈ എൻ ജി അടിച്ചു കഴിഞ്ഞാൽ പവറായിട്ട് വരും. അതൊന്ന് പഠിച്ചു വെച്ചോ. നല്ലതാ. ലഫി കിട്ടിയ ലഫി ഇവരോട് വേണ്ടില്ലേ? ഉള്ള ചേച്ചി അങ്ങനെയായിരുന്നു. എന്ന പോലെയല്ല. സമാധാനം എന്താ കിട്ടിയ? അവിടെ ഈ എൻ ജി അടിക്കാൻ പഠിച്ച കിട്ടിയ? കാൽക്കുലേറ്റർ ഉണ്ടാവില്ല അല്ലേ? കൊണ്ടുവന്നിട്ടാ വേണമെന്നറിയില്ലായിരുന്നു. ആണോ? കൊണ്ടുവന്നിട്ടില്ല. നാളെ കൊണ്ടുവന്നോളൂ. സമയത്തിന് വരണട്ടാ. ഞാനിന്ന് പുതിയ ആളായി ഇരിക്കാൻ പോണ സമയത്തിന് നിർബന്ധമായിട്ട് എത്തിക്കോളൂ. ഏഴ് കാലത്ത് 1 മിനിറ്റ് 2 മിനിറ്റ് കുഴപ്പമില്ല. എന്നാലും സമയത്തിന് എത്തിക്കോളൂ. ഈ എൻ ജിക്കാർക്ക് കിട്ടിയ ശരിയാവുള്ളേ? കാൽക്കുലേറ്റർ കൊണ്ടുവന്നിട്ടില്ല അല്ലേ? പഠിച്ചു നോക്ക്. സമയം പോകണോട്ട് നമുക്കൊരു ഡെറിവേഷനോടെ ചെയ്യാണ്ട്.
എന്തായി? അവിടെ കിട്ടിയ ലക്ഷ്മിയുടെ വെച്ചാർക്ക് കിട്ടിയ ENG അടിച്ചിട്ട് കിട്ടിയോ? അവിടെ ലക്ഷ്മിക്ക് കിട്ടിയോ? അവിടെ വിളിച്ച് കിട്ടിയോ? ENG അടിച്ചപ്പോ പവർ വന്നാ കറക്റ്റ് ആയിട്ട്? എത്ര വന്ന പവർ? പോയിന്റ് എവിടെ വന്നേ? പുറകിലും കിട്ടിയ? കിട്ടിയിട്ടുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഹോസ്റ്റേൻ്റെ അവിടെ കിട്ടിയോ? പവർ കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ടിക്കറ്റിന്റെ അവര് ഹോസ്റ്റേൻ്റെ ഉണ്ടാവുന്ന കരുതുന്നു ഇല്ലേ? INGയുടെ പ്രശ്നം അറിയാലോ. ഓക്കെ, ശ്രദ്ധിക്കാം. അടുത്തത് എഴുതിക്കോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഡെറിവേഷൻ കൂടിയുള്ള അതിൽ ഒരെണ്ണം തീർക്കാം. സമയം എന്തായി? സമയം ഇഷ്ടം പോലെ നമ്മൾ 2 തീർക്കാൻ പണി. അപ്പൊ നാളത്തെ എന്തായാലും പാടെ എന്താ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്താ? അപ്ലൈ ഗോസ് തിയറം, reduce the expression for, by applying Gauss theorem, reduce the expression for electric field due to a spherical shell of charge density sigma. അതായത് ഒരു ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുക. ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളോ സ്പിയർ. അപ്പൊ സ്പീരിക്കൽ ഷേപ്പാണ്. ഉള്ളിൽ പക്ഷെ എന്താണ്? ഒന്നും ഇല്ല. പുറത്തെ സ്പിയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ സ്പിയർ കാരണം അവിടെ ശ്രദ്ധിക്കുക. വെള്ളം കൂട്ടല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക. ഇതാ വരെ ചെയ്യാൻ പറ്റട്ടോ, പക്ഷെ പറയാം. ഇതാണ് ഒരു സ്പിരിക്കൽ ഷെല്ല്. അപ്പൊ ഉള്ളിൽ എന്താണ്? ഹോളോ ആണ് കേട്ടോ. ഹോളോ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ പൊള്ളയാണ്. നമ്മള് Q എന്ന് പറയുന്ന ചാർജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സർഫസിൽ എത്ര ചാർജ് ഉണ്ട്? Q എന്ന് പറയുന്ന ചാർജ്. Q എന്ന് പറയുന്ന ചാർജ് ഈ സർഫസിലുണ്ട്. സ്പിയറിൻ്റെതായിട്ടുള്ള ഒരു സർഫസ് ഏരിയ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവും. മൈൻഡിൽ വെച്ചാൽ മതി. അപ്പൊ ഈ സ്പിയറിന്റെ ടോട്ടൽ ചാർജ് എത്രയാ? സ്പിയറിനുള്ള ടോട്ടൽ ചാർജ് എത്രയാ? പ്ലസ് Q. സ്പിയറിനുള്ള ടോട്ടൽ ചാർജ് എത്രയാ? പ്ലസ് Q ആണ്. ഓക്കെ. സ്പിയറിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആണെന്ന് കരുതും. സോറി, ക്യാപിറ്റൽ R ആണെന്ന് കരുതാം. അപ്പൊ ഈ സ്പിയറിന് എന്തിരിക്കുന്നുണ്ട്? ചാർജ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്പിയറിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരും? ഫ്ലക്സ് പുറത്തേക്ക് വരും അല്ലെ? ഇലക്ട്രിക് ഫ്ലക്സ് പുറത്തേക്ക് വരും. വലിയ പുറത്തേക്ക് വരിക. പുറത്തേക്ക് എന്തുകൊണ്ടാ? എന്ത് ചാർജാ? പ്ലസ് ചാർജ്. ഈ Q ഇവിടെയാണോ ഇരിക്കണേ? അല്ല, ഈ മൊത്തം Q സ്പ്രെഡ് ആയിട്ട് എല്ലാ സ്ഥലത്തും യൂണിഫോം ആയിട്ടാണ് ഇരിക്കുന്നത്. മൊത്തം പ്ലസ് Q എന്താണ്? യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ് ആണ്. പ്രശ്നമില്ലല്ലോ. ഇതുവരെ ഓക്കെ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ സ്പിയർ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഈ സ്പിയർ കാരണം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അവിടെ നോക്കി, ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. P എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. സോ വി നീഡ് ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P due to a sphere having radius capital R. ഈ സ്പിയറിൽ നിന്ന് ആ പിയിലേക്കുള്ള ദൂരം നമുക്ക് എന്തായിട്ട് എടുക്കാം? സ്മോൾ ലെറ്റർ R ആയിട്ട് എടുക്കാം. സ്പിയറിന്റെ സെന്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? സ്മോൾ ലെറ്റർ R ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ സ്പിയറിലുള്ള ചാർജ് ഡെൻസിറ്റി, സ്പിയറിലുള്ള ഏരിയൽ ചാർജ് ഡെൻസിറ്റി എത്രയാണ്? സിഗ്മ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു സിഗ്മയുടെ പേര്? ഇവിടെ ശ്രദ്ധിക്കടാ. എന്താ സിഗ്മയുടെ പേര്? സർഫസ് ചാർജ് ഡെൻസിറ്റി. എന്തായിരുന്നു അതിന്റെ സിമ്പിൾ? സിഗ്മ. 3 ടൈപ്പ് ചാർജ് ഡെൻസിറ്റി പഠിച്ചു. ലീനിയർ പഠിച്ചു, ഏരിയയുടെ പഠിച്ചു, സർഫസ് പഠിച്ചു, പിന്നെ വോളിയം പഠിച്ചു. ഇവിടെ വരുന്ന വാല്യൂ എന്താണ്? സിഗ്മ. എന്താ? ഏരിയൽ ചാർജ് ഡെൻസിറ്റി അല്ലേ? കുഴപ്പമില്ലല്ലോ. പതുക്കെ ഡെവലപ്പ് ചെയ്യാം. കൺസിഡർ എ ഷെൽ ഓഫ് റേഡിയസ് R. പടം വരയ്ക്കാൻ പക്ഷെ പറയാം. ആദ്യം തിയറി ചെയ്ത് പോകും. കൺസിഡർ എ ഷെൽ ഓഫ് റേഡിയസ് എന്താ? ക്യാപിറ്റൽ R വരുന്ന and charge density sigma and charge density sigma ആണ് charge density. we have to find the electric field. At the point P. We have to find the electric field at the point P. Distant R. എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? ഡിസ്റ്റന്റ് R from center of sphere. വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ആണ് കേട്ടോ. എല്ലാവരും പഠിക്കണം. From the center of sphere. For this, we assume a Gaussian surface. We assume a Gaussian surface
പാസിംഗ് ത്രൂ പി, പാസിംഗ് ത്രൂ പി. ബാക്കി നമുക്ക് ഓരോ കേസുകളായിട്ട് നോക്കാം. ഇത് ആദ്യം എഴുതി വെച്ച് പഠിക്കും. പാസിംഗ് ത്രൂ പി, പിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ സങ്കല്പിക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ? ഓക്കെ അല്ലേ? അടുത്തേക്ക് കിടക്കട്ടെ. എഴുതി കഴിഞ്ഞാ എന്താ നിരഞ്ജന സംശയം ഉണ്ടോ? ചോദിച്ചോ. ഏതാ മനസ്സിലാവാതെ? ഫോർ ദിസ് ആണോ? ഫോർ ദിസ് വി അസ്യൂം, ഫോർ ദിസ് വി അസ്യൂം എ ഗോഷ്യൻ സർഫസ് പാസിംഗ് ത്രൂ പി. അത് അതിന്റെ മീനിങ് പറയാം മാഷ്. മാക്കട്ടെ മാക്കട്ടെ, ശ്രദ്ധിക്കാം. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ പടം വരച്ച് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ എന്ത് സ്പിയറിന്റെ സെന്റർ. ഹോളോ സ്പിയർ ആണ്. ഇനി സംസാരിക്കുന്നില്ലോ. അല്ലേ? സ്പിയറിന്റെ സെന്റർ. ഓക്കെ. അപ്പൊ എന്താ സംഭവിക്കുക? പ്ലസ് ചാർജ്. മൊത്തം എത്ര ചാർജാ? പറയും. എത്ര ചാർജാ? ക്യൂ. പ്ലസ് ചാർജ് ആണ്. എത്ര ചാർജാ? ക്വാണ്ടിറ്റി എത്രയാ? ക്യൂ. ക്യൂ ചാർജ് മൊത്തമുണ്ട്. അതിങ്ങനെ എന്ത് ചെയ്യാണ്? ഈ സ്പിയറിന്റെ സർഫസിൽ എല്ലാ ഭാഗത്തേക്കും യൂണിഫോംലി എന്ത് ചെയ്ത് കിടക്കുകയാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇതിപ്പോ ക്ലിയർ? നമുക്ക് കാണേണ്ടത് എന്താണ്? പി എന്ന് പറയുന്ന പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നിങ്ങളുടെ എത്ര ദൂരമാണ്? ആർ. കാരണം സ്പിയറിന്റെ റേഡിയസ് എത്രയാണ്? സ്പിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണേണ്ടത് പി എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പൊ ഈ പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഔട്ട്സൈഡ് ആണ്. സ്പിയറിന്റെ എവിടെയാ? ഔട്ട്സൈഡ് ആണ്. അങ്ങോട്ടേക്കുള്ള ദൂരം എത്രയാ? സ്മോൾ ലെറ്റർ ആണ്. അപ്പോ ഈ സ്പിയറിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ടാ? സ്പിയറിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ടാ? ഇല്ല. നമുക്ക് പിയിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പിയിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ വേറൊരു സ്പിയർ സങ്കല്പിക്കുകയാണ്. ഓക്കെ. പി എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വേറൊരു എന്ത് സങ്കല്പിക്കുകയാണ്? സ്പിയർ സങ്കല്പിക്കുകയാണ്. അതാണ് നമ്മുടെ എന്ത് സർഫസ്? ഗോഷ്യൻ സർഫസ്. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോ നമ്മൾ ക്യൂബ് സങ്കല്പിച്ചു അല്ലെ? ക്ലോസ്ഡ് സർഫസ് ആവാൻ. ഇപ്പൊ ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. നമ്മുടെ ഗോഷ്യൻ സർഫസ് ക്ലോസ്ഡ് സർഫസ് അല്ലേ? വരയിട്ടാണ് എന്താ? ഡോട്ടർ ലൈനിട്ടാണ് എന്താ? ഇമാജിനറി ആണ്. അങ്ങനെ ശരിക്കും സർഫസ് ഉണ്ടോ? ഇല്ല. നമ്മൾ സങ്കല്പിക്കുകയാണ് കണക്ക് മുന്നോട്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് എത്രയാ? ടോട്ടൽ ചാർജ് എത്രയാ? പ്ലസ് ക്യൂ. ആ പ്ലസ് ക്യൂ എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു സ്ഥലത്താണോ? അല്ല. നമ്മൾ പഠിച്ചതാണ്. കണ്ടക്ടേഴ്സിന്റെ ഉള്ളിൽ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ സർഫസിൽ എന്താവും? സ്പ്രെഡ് ആവും. പഠിച്ചിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിരുന്നു. സ്പ്രെഡ് ആയിട്ട് നിൽക്കണം. നമുക്ക് കാണേണ്ടത് എന്താ? ഏത് പോയിന്റാ? പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാം. അപ്പോ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. ഇതെന്താ സാധനം? ഇത് ഷെൽ ഓഫ് ചാർജ് അല്ലെ? ആയത്തുള്ളിൽ കാണുന്ന വട്ടം എന്താ? ചാർജ് ഇരിക്കുന്ന ഷെല്ല്, സ്പിരിക്കൽ ഷെല്ല്. ഈ ഡോട്ടർ ലൈൻ എന്താ? ഡോട്ടർ ലൈൻ നമ്മൾ സങ്കല്പിക്കുന്ന ഗോഷ്യൻ സർഫസ്. എതിർപ്പുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഞാനത് നേരത്തെ ഗോസ് തിയറത്തിന്റെ കൂടെ എഴുതുണ്ടായിരുന്നു. ഇവിടെയും അത് പറഞ്ഞു പോവാം. എത്ര രീതിയിൽ ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു നമ്മൾ? ഒന്ന് ആലോചിക്കേ. എത്ര രീതിയിൽ ഫ്ലക്സ് കാണാം? ഒരു ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ ഒരു മെത്തേഡ് എന്താ? സ്റ്റേറ്റ്മെന്റ് ഏതാ? ഗോസസ് തിയറം. വേറെ വല്ലതും പഠിച്ചോ? നമ്മൾ പഠിച്ചു. ഇന്നലെ പഠിച്ചു അല്ലെ? ഫ്ലക്സ് എന്നുള്ള ഇക്വേഷൻ എന്താ? ഫ്ലക്സ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു ഓർക്കുന്നുണ്ടാ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് കറക്റ്റ് ആണ് കേട്ടോ. മറ്റൊന്നുമല്ല. അല്ലെങ്കിൽ എന്താ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. വേറൊരു രീതിയിലും ഫ്ലക്സ് കാണാൻ പഠിച്ചു. എന്താ? ഗോസ് തിയറം പ്രകാരമാണെങ്കിൽ എന്താ? ക്യൂ ബൈ ആപ്സിലോൺ സീറോ ആണോ? രണ്ട് രീതിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫ്ലക്സ് കാണാൻ പറ്റും. അതിന്റെ ആ ഗോഷ്യൻ സർഫസിൽ നിന്ന് വരുന്ന ഫ്ലക്സ് നമുക്ക് എത്ര രീതിയിൽ കാണാം? രണ്ട് രീതിയിൽ കാണാം. ഏതൊക്കെയാണ് രണ്ട് രീതി? ഒന്ന് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. മറ്റൊന്ന് എന്താ? ക്യൂ ബൈ ആപ്സിലോൺ സീറോ. ശരിയാണോ? നമ്മൾ ഇന്നലെയും ഫ്ലക്സ് കാണാൻ പഠിച്ചു. ഇന്നും ഫ്ലക്സ് കാണാൻ പഠിച്ചോ? ഇന്നലെ ഫ്ലക്സ് കാണാൻ പഠിച്ചാണ് നമ്മൾ അവസാനം ഇ എ പറയേ ഇ എ കോസ് തീറ്റ അല്ലെങ്കിൽ ഇ ഡോട്ട് എ സ്മോളർ ഏരിയയിൽ കാണുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണോ? ശരിയല്ലേ? ഇന്നലെ ഫ്ലക്സ് കാണാൻ ഇക്വേഷൻ പഠിച്ചോ? നമ്മൾ പഠിച്ചു. പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് പഠിച്ചോ? പുതിയ ഇക്വേഷൻ പഠിച്ചു. ഏത് തിയറത്തിന്റെ അടിസ്ഥാനത്തില്?
ഗോസ് തിയറത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, the total electric flux through എഴുതണ്ട കേട്ടോ, total electric flux through Gaussian surface. അപ്പൊ ഞാൻ ഗോഷ്യൻ സർഫസിലൂടെയുള്ള എന്ത് കാണാൻ പോവാണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ പോവാ. ഗോഷ്യൻ സർഫസ് ഏതാണെന്ന് അറിയാം, രണ്ടാമത്തെ സർഫസ് ആണ്, കുഴപ്പമില്ലല്ലോ. ഇക്വേഷൻ നമ്മുടെ ഉണ്ട്, എന്താ? ക്ലോസ്ഡ് ഇന്റഗ്രൽ. ആദ്യം ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് കാണുന്നത്. ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്താ? ഇ ഡോട്ട് ഡി എസ്. എന്താണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ? ഇ ഡോട്ട് ഡി എസ്. ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ? ഇ ഡി എസ് ഇ ഡോട്ട് ഡി എസ്. അപ്പൊ എന്താ? ഈ ഒരു വെക്ടർ ആണ്, ഡി എസ് ഒരു വെക്ടർ ആണ് പറഞ്ഞ. അപ്പൊ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞ എന്താ? ഇ ഡി എസ് പറയണ മക്കളെ, ഇ ഡി എസ് കോസ് തീറ്റ അല്ലേ? ഇ ഡോട്ട് എ, ഇ എ കോസ് തീറ്റ. ഇ ഡോട്ട് ഡി എസ്, ഇ ഡി എസ് കോസ് തീറ്റ. സോ വാട്ട് ഈസ് ദ തീറ്റ? തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ, പറഞ്ഞേ, ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് വാട്ട് ഈസ് ഡി എസ് എ? ഡി എസ് എന്താ? സ്മോളർ എന്ത്? വാക്ക് പറ, സ്മോളർ ഏരിയ. ഇ ഡോട്ട് ഡി എസില് ശ്രദ്ധിക്കോ, കണക്ട് ചെയ്ത് വരുന്നത് ഇ ഡോട്ട് എ അല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചേ? ഇ എന്താ? ഇലക്ട്രിക് ഫീൽഡ്. എ എന്താ? സർഫസിന്റെ ഏരിയ വെക്ടർ. സർഫസിന്റെ അതെന്താ ഡി എസ് ആക്കിയ ഭാഷ? അത് അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഈ പി നിൽക്കണ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ചെറിയൊരു സർക്കിൾ എടുക്കുക. അതാണ് നമ്മുടെ എന്ത്? ഡി എസ്. കുഴപ്പമില്ലല്ലോ. സ്പിയർ സങ്കല്പിക്കുന്നുണ്ട്, ഒരു ബലൂൺ സങ്കല്പിക്കുക. ആ ബലൂണിന്റെ അവിടെ പി എന്ന് പറയുന്ന പോയിന്റ് സങ്കല്പിക്കുക. ബലൂണാണ് നമ്മുടെ എന്ത് സർഫസ്? ഗോഷ്യൻ സർഫസ്. അതിന് ഒരു പാടുണ്ടെന്ന് കരുതുക, കുഞ്ഞൊരു വട്ടം ഉണ്ടെന്ന് കരുതുക സ്പിയറിന്. കുഴപ്പമില്ലല്ലോ. ആ കുഞ്ഞു വട്ടാണ് നമ്മുടെ എന്ത്? ഏത് ഏരിയ? ഡി എസ്. ക്ലിയർ? ഇങ്ങനെ നിൽക്കണോ? ചെറിയൊരു ഏരിയ. ഗോഷ്യൻ സർഫസ് മറ്റേ ചെറിയൊരു ഏരിയ. 3D ആയിട്ടാണ് നിൽക്കുക അല്ലെ? അത് മനസ്സിലാവുണ്ടോ പറയുന്നത്? ചോദ്യം 1, ആ ഡി എസിന്റെ ഏരിയ വെക്ടർ എങ്ങടാ? പുറത്തേക്കാണ് നിൽക്കുന്നത്. ഏരിയ വെക്ടർ എങ്ങടാ? ആ ഡി എസിനോട് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. മാഷപ്പ എങ്ങനെ മാർക്ക് ചെയ്യണ്ടേ? ഇതിന്റെ മുകളിലേക്ക് മാർക്ക് ചെയ്യണം, അടിയിലേക്ക് മാർക്ക് ചെയ്യണം? പുറത്തത്തെ ഏരിയനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെ മാർക്ക് ചെയ്യണ്ടേ? എങ്ങനെ മാർക്ക് ചെയ്യണം? അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? ഡി എസ്. എതിർപ്പുണ്ട? അതായത് സ്പിയർ പോലെ നിൽക്കണമെന്ന് കരുതുക. ഇതാണ് സ്പിയറിന്റെ ഒരു പൊസിഷൻ എന്ന് കരുതുക. ഇത് സ്പിയർ ആണെന്ന് കരുതുക. എങ്ങനെ? സ്പിയർ ഇങ്ങനെ വളഞ്ഞു പോകണം. കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണോ? സ്പിയറിന്റെ ഒരു ചെറിയ പൊസിഷൻ ആണത്. ചതുരാണോ പറയണേ? അല്ല, ഇത് സ്പിയറിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ സൂം ചെയ്തിരിക്കുന്നത്. അതിലാണ് ഒരു ചെറിയ സർക്കിൾ സങ്കല്പിക്കുക. അതാണ് നമ്മുടെ എന്ത്? ആ സർക്കിൾ ഏരിയ ആണ് നമ്മുടെ എന്ത്? ഡി എസ്. അതിന്റെ മുകളിൽ എന്ത് വയ്ക്കുക? നോർമൽ വയ്ക്കുക. പിടികിട്ടിയോ? എന്റെ മുകളിൽ എന്ത് വയ്ക്കുക? ഇനി വേറെ സ്ഥലത്ത് എടുക്കാം. സ്പിയർ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കണം. ഇവിടെയും ഡി എസ് എടുക്കാം. അവിടെ എന്ത് വയ്ക്കുക? നോർമൽ വയ്ക്കുക. അപ്പൊ ഡി എസിന്റെ ഏരിയ എടുത്ത് മനസ്സിലായോ? ഏരിയനോട് സർഫസിനോട് പറയേ, സർഫസിനോട് പെർപെൻഡിക്കുലർ. സർഫസിനോട് ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ പിയിലൂടെ പോണ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആരാ തരിക? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ദ ടാൻജന്റ് drawn to the electric field and give the direction of electric field. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഈ ഫ്ലക്സ് ലൈൻ പോണ്ടാവുക? ആണോ? പ്ലസ് ചാർജുകളുടെ മക്കളെ ഇവിടുന്ന് നമ്മുടെ പോണ്ട. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഏത് ഡയറക്ഷനില്? പറയേ, അതേ ഡയറക്ഷനില്. ശരിയല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ? ഡി എസ് പുറത്തേക്ക്, ഇലക്ട്രിക് ഫീൽഡും ഏത് ഡയറക്ഷനില്? അതേ ഡയറക്ഷനില്. എന്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് അങ്ങടായേ? എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇവിടുത്തെ ഫ്ലക്സ് ലൈൻസ് മാഷ് നേരത്തെ വരച്ചു. ഞാനിത് ഇവിടെ പ്ലസ് ഇങ്ങനെ നിൽക്കണു അല്ലെ? ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതാണ് ഗോഷ്യൻ സർഫസ്. ഇങ്ങനെയാണ് ഫ്ലക്സ് ലൈൻസ് പോവുക. ആണോ? അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെയല്ലേ ഫ്ലക്സ് ലൈൻ പോവുക? ഫ്ലക്സ് ലൈൻ പോണ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആ ഡയറക്ഷൻ. പറയേ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഈ അങ്ങോട്ട് മാറിക്കുന്നത്. സോ വാട്ട് ഈസ് തീറ്റ? അത്രയേ ഉള്ളൂ ചോദ്യം. ആലോചിച്ച് പറഞ്ഞോളൂ. തീറ്റ എത്രയാ? ലക്ഷ്മി എന്ന് പറഞ്ഞേ, തീറ്റ എത്രയാ ലക്ഷ്മി? തീറ്റ ആരൊക്കെ തമ്മിൽ കറക്റ്റാണ് പറഞ്ഞത്. തീറ്റ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? ഇയും ഡി എസ്. ഇയും ഡി എസ് ഇവിടെ എന്താ? ഇന്നലെ കൺഫ്യൂഷൻ ആയിരുന്നു ചോദിക്കണം കേട്ടോ. അപ്പൊ എത്ര തീറ്റ വന്നേ? 0. ഇന്നലെ അത് പറഞ്ഞതിന്റെ പ്രാധാന്യം മനസ്സിലാവണ്ട. ആ സംഗതി പിടികിട്ടണം. പിടികിട്ടുണ്ടോ? അപ്പൊ ഒരു സ്പിയർ സങ്കല്പിച്ചേ. അതോടെ പറയാം, ഒരു സ്പിയർ സങ്കല്പിക്കാം. ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇനിയിപ്പോ വേറെ കാര്യം ചോദിക്കട്ടെ. ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇവിടെയാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്.
സർക്കിള്. ഇവിടുത്തെ ഡി എസ് എങ്ങടാ? ഇവിടുത്തെ ഡി എസ് എങ്ങടാ? ഇവിടുത്തെ ഡി എസ് എങ്ങടാ? അടിയിലേക്ക് വരയ്ക്കോ? ഉള്ളിലേക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇവിടുത്തെ ഡി എസ് എങ്ങടാ? ഇങ്ങട്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇവിടുത്തെ ഡി എസ് എങ്ങടാ? അല്ലേ? കറക്റ്റ് അല്ലേ? സ്പീയറെ സങ്കല്പിച്ച ഇവിടെ സ്പീയർ. ഇവിടുത്തെ ഡി എസ് എങ്ങടാ? ഇങ്ങട്. ഇവിടുത്തെ ഡി എസ് എങ്ങടാ? അങ്ങട്. ഇവിടുത്തെ ഡി എസ് എങ്ങടാ? ഇവിടുത്തെ ഡി എസ് എങ്ങടാ? ഇങ്ങട്. ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? നടുക്കിൽ ഇവിടെ പോസിറ്റീവ്. ഇവിടെ നിങ്ങടല്ലേ? ഇവിടെ നിങ്ങട്. ഇവിടെ നിങ്ങട്. അപ്പൊ എന്താണ് സംഭവിക്കുക? ഇയും ഡി എസും തമ്മിലുള്ള ഡയറക്ഷൻസ് എന്താ? തീറ്റ എന്താ? 0. അപ്പോ ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ മാഷ് എന്ത് ചെയ്യാണ്? ഇ ഡി എസ് കോസ് തീറ്റ. പക്ഷേ ഇയും ഡി എസും എന്താണ്? ഇയും ഡി എസ് എന്താ? പെർപെൻഡിക്കുലർ പാരലലാ? പാരലൽ ആണ്. അതുകൊണ്ട് തീറ്റ എത്രയാണ്? 0 ആണ്. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് 0. കോസ് 0 എത്രയാണ്? 1. അപ്പൊ ബാക്കി എന്ത് വരും? ഇ ഡി എസ്. പിന്നെ ഡോട്ട് വേണ്ട, ഇ ഡി എസ് ആണോ? അതിലാര് കോൺസ്റ്റന്റ് ആണ്? ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്താ വരിക? ക്ലോസ്ഡ് ഇന്റഗ്രലിനുള്ളിൽ ആര് മാത്രം വരും? ഇ ഡി എസ് മാത്രം വരും. ഇലക്ട്രിക് ഫീൽഡ് എന്തുകൊണ്ടാ കോൺസ്റ്റന്റ് ആയേ? ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുക? കാരണം ഉണ്ട് കേട്ടോ അതിന്. കാരണം എന്താ? ഇതിന്റെ ഉള്ളിലെ എല്ലാ ചാർജും എങ്ങനെയാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ്? യൂണിഫോമിലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ്. അതിന് പകരം മൊത്തമുള്ള ചാർജിന്റെ പകുതിയിലധികം 3/4 ഭാഗം ഇവിടെ വെച്ചു, 1/4 ഭാഗം ഇവിടെ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരുപോലെ എന്ന് പറഞ്ഞ് ശരിയാവും? അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണം. നമ്മള് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഇന്റഗ്രലിന്റെ ഉള്ളത് എന്ത് ചെയ്തേ? പുറത്തേക്ക് എടുത്തിട്ട്. അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്നല്ല അല്ലെ? കോൺസ്റ്റന്റ് വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രലിന്റെ ഉള്ളത് നിങ്ങളുടെ എടുത്തിടും, പുറത്തേക്ക് എടുത്തിടും. ശരിയല്ലേ? ആണോടാ? കഴിഞ്ഞ പോലെ കുറെ പുറത്തേക്ക് എടുത്തിട്ടില്ലേ? കഴിഞ്ഞ പോലെ നമ്മള് GMM/R² ഒക്കെ ചെയ്യുമ്പോ എന്താ ഈ GMM മൊത്തത്തിൽ എടുത്തിടും, പുറത്തേക്ക് എടുത്തിടും. ബാക്കി ചർച്ച. ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഇലക്ട്രിക് ഫീൽഡ് എന്താ? എന്തുകൊണ്ട് കോൺസ്റ്റന്റ് ആയി? സ്പിയറിന്റെ എല്ലാ ഭാഗത്തും ചാർജ് യൂണിഫോമിലിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തിട്ട്. അപ്പൊ എന്താ? ഇന്റഗ്രേറ്റ് ഈക്വൽ ടു ഇ ഇൻടു വാട്ട് ഈസ് ഇന്റഗ്രൽ ഡി എസ്? എന്താണ് ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിയേ. ഇന്റഗ്രലിന്റെ പണി എന്താ? എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതിന്റെ ഉള്ളിൽ ഇന്റഗ്രലിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിനെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇന്റഗ്രലിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഡി എസ് എന്ന് പറഞ്ഞ എന്ത് ഏരിയ? സ്മോളർ ഏരിയ. എന്ത്? ഇവിടെ ഇന്റഗ്രൽ എന്തുകൂടി ഉണ്ട്? ക്ലോസ്ഡ് സർഫസ് വെച്ചാൽ മൊത്തം സർഫസിൽ കൂട്ടി തരും. അപ്പൊ എന്താ കിട്ടുക നിങ്ങൾക്ക്? ആലോചിച്ച് പറയാം. ഇവിടുത്തെ ഡി എസ്, ഇവിടുത്തെ ഡി എസ്, ഇവിടുത്തെ ഡി എസ്, ഇവിടുത്തെ ഡി എസ്, എല്ലാ ഡി എസും അല്ലെ? സ്പിയർ ഇങ്ങനെ നിൽക്കുകയാണ്, സ്പിയർ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുത്തെ 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 എല്ലാ ഡി എസും കൂടെ നിങ്ങൾക്ക് എന്താ കിട്ടുക? സ്പിയറിന്റെ ഏരിയ. എന്ത് ഏരിയ പറയേ? സ്പിയറിന്റെ എന്ത് ഏരിയ? സർഫസ് ഏരിയ. അതല്ലേ കിട്ടുക? എല്ലാ ഡി എസും കൂടെ ആഡ് ചെയ്യുമ്പോ ഡി എസ് ഉള്ളടത്തൊക്കെ പെയിന്റ് അടിക്കാൻ പറഞ്ഞു. എല്ലാ ഡി എസിലും പെയിന്റ് അടിക്കാന്ന് പറയുമ്പോ എന്ത് ചെയ്യും? മൊത്തം സ്പിയറും നിങ്ങൾ എന്ത് ചെയ്യണം? പെയിന്റ് അടിക്കേണ്ടി വരും. ശരിയല്ലേ? ആ പണി ആര് ചെയ്തോളൂ? ഇന്റഗ്രൽ ചെയ്തോളൂ. അപ്പൊ സ്പിയർ ഇന്റഗ്രൽ ഡി എസ് അപ്പൊ എന്താണ്? സ്പിയറിന്റെ സർഫസ് ഏരിയ ആണുള്ള ഇക്വേഷൻ എന്താ? 4πr². 10 പഠിച്ചിട്ടില്ലേ? സ്പിയറിന്റെ റേഡിയസ് എത്രയാ? ആലോചിച്ചിട്ട്. സ്പിയറിന്റെ റേഡിയസ് എത്രയാ? ക്യാപിറ്റൽ ആർ ആണോ സ്മോൾ ലെറ്റർ ആർ ആണോ? സ്മോൾ ലെറ്റർ ആർ. വെരി ഗുഡ്. എന്തുകൊണ്ടാ? നമ്മൾ കാണുന്നത് ഏത് സ്പിയറാ? ഗോഷ്യൻ സർഫസ് ആണല്ലോ. അപ്പൊ എന്താ വരിക? പറഞ്ഞേ. 4π പറയേ r². ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? ഈ സ്പീക്കൽ ഷെല്ല് കാരണം പി എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഗോഷ്യൻ സർഫസിലൂടെ പുറത്തേക്ക് വരുന്ന ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് എത്രയാ? E ഇൻറ്റു 4πr². കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ? നമ്മൾ ഒരു മെത്തേഡിൽ മാത്രമാണോ ഫ്ലക്സ് കാണാൻ പഠിച്ചേ? അല്ല, വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. ഏതാ? Q/ε0. അപ്പൊ അതിലേക്ക് കിടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇത് ആദ്യത്തെ ഘട്ടം. അടുത്ത ഘട്ടം ഇവിടെ നിന്ന് ചെയ്യാം. അപ്പൊ എന്തായാലും ആ മെത്തേഡ് വഴി കാണുമ്പോൾ നമുക്ക് എന്ത് വേണം? ചാർജ് വേണം. ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. കുഴപ്പമില്ലല്ലോ? അപ്പൊ ഇതല്ലേ നമ്മുടെ ഗോഷ്യൻ സർഫസ്? അപ്പൊ ഈ ചാർജ് അല്ലേ നമുക്ക് വേണ്ടത്? ആണോടാ മക്കളെ? നെറ്റ് ചാർജ് വേണം അല്ലേ? നമുക്ക് കാര്യം ചെയ്യാം.
നെറ്റ് ചാർജ് കിട്ടാനായിട്ട് ചാർജ് എൻക്ലോസ്ഡ് ബൈ the charge enclosed by ആരാ Gaussian surface. നമുക്കത് കിട്ടണം. ഇവിടെ ശ്രദ്ധിക്കുക, എഴുതാൻ പറ്റട്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ആണ്. ആ ചാർജിനെ എന്ത് വിളിക്കാം, നമുക്ക് Q എന്ന് വിളിക്കാം. എതിർപ്പുണ്ടാ? തിയറിയിൽ നമ്മൾ എഴുതി സിഗ്മ ഈ സ്പിരിക്കൽ ഷെല്ലിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയാ? സിഗ്മ. തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. തിയറി എഴുതിയിൽ വായിച്ചു നോക്കിയേ. അതാണ് ലാസ്റ്റ് എഴുതിയാണ് നമ്മള്. എന്താ ലാസ്റ്റ് എന്താ എഴുതിയാണ് നോക്കിയേ? തിയറി എഴുതിയതിന്റെ കൺസിഡർ എ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ആൻഡ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അപ്പൊ നമ്മുടെ ഷെല്ലിന്റെ ചാർജ് ഡെൻസിറ്റി എത്രയാ? സിഗ്മയാണ്. അതിൽ തന്നിട്ടുണ്ട്, നമ്മൾ അങ്ങനെ എടുക്കണം. ചാർജ് ഡെൻസിറ്റി ആണുള്ള ഇക്വേഷൻ എന്താ? എടുത്തേ 3 ടൈപ്പ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എടുത്തേ. 3 ടൈപ്പ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ഏരിയ ആണോ? അപ്പൊ എന്ത് ചെയ്താൽ മതി, നമ്മള് ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിഗ്മനെ ടോട്ടൽ ഏരിയ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കട്ടാ, തമാശ കളിച്ചിരിക്കില്ല. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പോൾ കിട്ടാൻ എന്ത് ചെയ്യണ്ടേ? ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോഷ്യൻ സർഫസ് Q ഈക്വൽ ടു പറഞ്ഞേ സിഗ്മ ഇൻറ്റു ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടാ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഗോഷ്യൻ സർഫസിന്റെ ഏരിയ ആണോ? അല്ല. ആരിയ്ക്കുന്ന ഏരിയ? ചാർജ് ഇരിക്കുന്ന ഏരിയ. ആരിയ്ക്കുന്ന ഏരിയ? ചാർജ് ഇരിക്കുന്ന ഏരിയ. അപ്പൊ ഒന്ന് പറഞ്ഞേ Q ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടോട്ടൽ ഏരിയ. ചാർജ് എവിടെ ഇരിക്കണേ? ചാർജ് എവിടെ ഇരിക്കണേ? സ്പിരിക്കൽ ഷെല്ലുമേ. ഈ ഏരിയ അല്ലേ വേണ്ടേ? അപ്പൊ ആ സ്പിരിക്കൽ ഷെല്ല്, ചാർജ് ഇരിക്കുന്ന സ്പിരിക്കൽ ഷെല്ലിന്റെ എന്ത് വേണം? പറയോ, ചാർജ് ഇരിക്കുന്ന സ്പിരിക്കൽ ഷെല്ലിന്റെ എന്ത് വേണം? ഏരിയ. ചാർജ് ഇരിക്കുന്ന സ്പിരിക്കൽ ഷെല്ലിന്റെ റേഡിയസ് എന്താ? ക്യാപിറ്റൽ ആർ. അപ്പൊ സർഫസ് ഏരിയ എന്താ വരിക? 4 പൈ എന്താ സ്ക്വയർ? ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഗോഷ്യൻ സർഫസിന്റെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജ് കിട്ടി. അപ്പൊ നമുക്ക് ഗോഷ്യൻ സർഫസിലൂടെ വരുന്ന എന്ത് കണ്ടെത്താം? എന്ത് കണ്ടെത്താം? ഫ്ലക്സ് കണ്ടെത്തിക്കൂടെ? അപ്പൊ therefore ഇലക്ട്രിക് ഫ്ലക്സ് ഗോസ് തിയറം പ്രകാരം എങ്ങനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് കാണുക? ഫൈ ഈക്വൽ ടു പറ Q ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ 1 ബൈ എപ്സിലോൺ 0 ഇൻറ്റു Q. 1 ബൈ എപ്സിലോൺ 0 ഇൻറ്റു Q എത്രയാ? സിഗ്മ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമ്മൾ എത്ര മെത്തേഡ്സിൽ ഫ്ലക്സ് കണ്ടു? ആ 2 മെത്തേഡിലും കാണുന്ന ഫ്ലക്സ് എന്തായിട്ട് വരണം? സെയിം ആയിട്ട് വരണല്ലോ. വേണ്ടേ? ആ ഒരു ഫ്ലക്സ് അല്ലേ ഉണ്ടാവുള്ളൂ, ഫ്ലക്സ് വാല്യൂ അല്ലേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ പറയുന്നത്? അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ എഴുതണ്ട പക്ഷെ, അല്ലെങ്കിൽ ഇതുവരെ എഴുതിയ സമയത്ത് ആ പടം വരയ്ക്കണം. പടം വരയ്ക്കേണ്ടത് സ്ട്രക്ചർ ക്ലിയർ അല്ലേ? വേറെ വരയ്ച്ചേരണോ? നീറ്റ് ആയിട്ട് വരയ്ക്കണം. വരയ്ക്കണം. പടം വരയ്ക്കണം കേട്ടോ. നീ ചെറുതാക്കി വരയ്ക്കാൻ പടം, കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മുടെ സ്പിരിക്കൽ ഷെല്ല്. റേഡിയസ് 6. പ്ലസ് ചാർജ് എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ. P ആണ് നമ്മുടെ പോയിന്റ്. അപ്പൊ P ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് വരച്ചു? ഒരു ഗോഷ്യൻ സർഫസ് വരച്ചു. ഇതാണ് നമ്മുടെ എന്ത്? ഗോഷ്യൻ സർഫസ്. ഇതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. ഇതാണ് നമ്മുടെ എന്ത്? സ്പിരിക്കൽ ഷെല്ല്. പിയിലേക്കുള്ള ദൂരം എത്രയാ? സ്മോൾ ലെറ്റർ R. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ, ഇവിടെ എങ്ങനെ വരയ്ക്കണ്ടേ? ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എങ്ങനെ വരയ്ക്കണ്ടേ? ഇവിടെ ഒരു ചെറിയ പോലെ മാർക്ക് ചെയ്യുക, സർക്കിൾ പോലെ മാർക്ക് ചെയ്യുക, ചെറിയ പോർഷൻ. അത് ഇവിടെ ശ്രദ്ധിക്കേ, ആ ഡയറക്ഷൻ ഇവിടെ ശ്രദ്ധിക്കണ. ഇവിടെ ശ്രദ്ധിക്കേ, അതിന്റെ ഡയറക്ഷൻ, ഈ DS-ന്റെ ഡയറക്ഷൻ കാണാ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലേ? സർഫസിനോട് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് കേട്ടോ, മനസ്സിലാവണ്ട. DS എന്ന് പറയുന്ന സർഫസിനോട് പെർപെൻഡിക്കുലർ ആണ് ഈ പറയുന്നത്. നേരെ വരയ്ക്കുക. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എങ്ങനെ തന്നെ പറയണ അതേ ഡയറക്ഷനിൽ തന്നെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ, DS ഇവിടെ. അപ്പോഴാണ് ആംഗിൾ എത്ര വരുന്നത്? ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ 0? DS-ന്റെ എന്ത് ഏരിയ വെക്ടർ ആണ് ഉദ്ദേശിക്കുന്നത്? സർഫസ് ആയിട്ടാണോ? വീട്ടിൽ പോയിട്ട് സർഫസ് ഇങ്ങനെ ഫ്ലക്സ് അങ്ങനെ ഇത് 90 ഡിഗ്രി അല്ലെങ്കിൽ ആലോചിച്ചിരിക്കോ? അതിനാണ് ഇന്നലെ കുറെ പണിയെടുത്തത് നമ്മള്. സർഫസിന്റെ എന്താണ്? സർഫസിന്റെ നോർമൽ ഏരിയ വെക്ടർ. സർഫസിന്റെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞ സർഫസിന് എന്ത് വെക്കണം? നോർമൽ വെക്കണം. ആണോ? അത് മൈൻഡ് കളയിരിക്കോട്ടെ. അത്രയും വെച്ചിട്ടാണ്
ഈ സംശയം നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റെപ്പുകൾ സംശയം നിങ്ങൾ ചോദിക്കണം. ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്തി തരാൻ പറ്റും, അതുകൊണ്ടാണ് പറയണത്. ഈ ഭാഗം സംശയം ചോദിക്കണം കേട്ടോ, എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടെന്നുള്ളത്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താ? സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ബൈ ഏരിയ ആണ്. അപ്പൊ ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ സിഗ്മേനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ടോട്ടൽ ഏരിയനെ മൾട്ടിപ്ലൈ. അതിനാണ് നമ്മൾ അത് പഠിപ്പിച്ച ആദ്യം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. മനസ്സിലായി? എന്തെങ്കിലും സ്റ്റെപ്പ് പറഞ്ഞുതരാം. എന്തായി? നടപടി ആയോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, വായ തുറന്ന് ചോദിക്കാം. എന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പറ, അവർക്ക് ചോദിക്കാൻ തരുന്നെങ്കിൽ അവർ ചോദിച്ചോളും. മനസ്സിലായ? അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് പഠിച്ചോളൂ. അല്ലെങ്കിൽ ഇത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് വെറുതെ എഴുതിയിട്ട് പോകാനാണെങ്കിൽ നമ്മൾ പറയണ്ടല്ലോ. ചില വിഷയങ്ങൾ ഒറ്റയടിക്ക് പറയുമ്പോൾ തന്നെ എന്താവണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല. അത് പറയുന്ന ആൾക്കാരുടെ പ്രശ്നമല്ല, കേൾക്കുന്ന ആൾക്കാരുടെ പ്രശ്നമല്ല. അത് സബ്ജക്ട് അങ്ങനെ ഇരിക്കും. മനസ്സിലാവേണ്ട പറയുന്നത് അത് ചിലപ്പോൾ ഒന്നിട്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ ക്ലാരിറ്റി വരും. അതുകൊണ്ടാണ് ചോദിക്കാൻ പറയണത്. അടുത്തേക്ക് ആക്കട്ടെ ഞാൻ. ഇനി ഔട്ട്സൈഡ് ആയി, ഇൻസൈഡ് ചെയ്യണം, സർഫസ് ചെയ്യണം, എന്നിട്ട് വേണം പോവാൻ. കഴിഞ്ഞ ഏതാ? 8:30 8:45? ഓ, ഇത് കഴിഞ്ഞു. ഇത് അവസാനിക്കണം. ഇത് മാറ്റിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. 2 സെക്കൻഡ് സമയമുള്ളൂ. 2 മിനിറ്റ് തീർക്കാൻ. അത് നോക്കി 120 സെക്കൻഡ് നോക്കിയോ. അപ്പൊ എന്താ? ഫ്രം 1 and 2 അല്ലെ? എത്ര ഇക്വേഷൻസ് ഉണ്ട് നമ്മുടെ ഇപ്പോ? 2 ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ ഈ സൈഡിൽ എന്താ? 5. ഈ ഇക്വേഷന്റെ ഈ സൈഡിൽ എന്താ? 5. ഇവിടെ 5 അല്ലായിരുന്നേ? ആണോ? ഇലക്ട്രിക് ഫ്ലക്സ് അല്ലായിരുന്നേ? അത് എഴുതാൻ പോയതാണ്. അപ്പൊ അത് രണ്ട് ഇക്വേറ്റ് ചെയ്തൂടെ മക്കളെ നമുക്ക്? അപ്പൊ ഇക്വേറ്റ് ചെയ്തേ. ആ സൈഡിന്റെ മറ്റേ സൈഡിൽ ആരാ വരണേ? E into 4πr². നോക്ക്, ഇവിടെ 5 അല്ലേ? ഇക്വേഷൻ നമ്പർ 1 ആരാ? E into 4πr². മറ്റേ സൈഡിൽ നിന്ന് ആരാ വരിക? പറഞ്ഞ വേഗം അവസാനിപ്പിക്കാം. 1/ε0 into സിഗ്മ into 4πr². നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ ഇറങ്ങിയേക്കണേ? പിയിൽ ഉണ്ടാവുന്ന എന്ത്? ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇ. ഇവിടെ നോക്ക്, ഇനി ഇവിടെ നോക്ക്, എഴുതാം. 4πയും 4πയും ക്യാൻസൽ ചെയ്യട്ടെ. ഈ ബാക്കി ആരൊക്കെ? ബാക്കി ഇവിടെ ആരാളുള്ളത്? r². ഇതിനങ്ങോട്ട് വിടട്ടെ. അപ്പൊ E is equal to എന്തൊക്കെ വരും? മുകളിൽ ആരുണ്ട്? മുകളിൽ ആരുണ്ട്? സിഗ്മയുണ്ട്. പിന്നെ ആരുണ്ട്? അടിയിൽ ആരുണ്ട്? അടിയിൽ ഓൾറെഡി ആരുണ്ട്? അപ്പുറത്തുനിന്ന് ആര് വരും? സ്മോൾ ലെറ്റർ r² വരും. അപ്പൊ ഇതാണ് സ്പിരിക്കൽ ഷെല്ല് കാരണം എത്ര ഡിസ്റ്റൻസ് അകലെ? എത്ര ഡിസ്റ്റൻസ് അകലെ? സ്മോൾ ലെറ്റർ r ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. കുഴപ്പമില്ലല്ലോ, അത്രേ ഉള്ളൂ. ഇനി ഇൻസൈഡ് ചെയ്യാം. അല്ല, അത് അത്ര ഇല്ല, അതുകൊണ്ടാണ് കഴിഞ്ഞു. ഇതിപ്പോ എവിടെ ചെയ്തത്? നമ്മള് ഔട്ട് സൈഡ് ആണ് ചെയ്തത് അല്ലെ?
ഇത് താഴെ എഴുതി വെച്ചോട്ടോ, ഇവിടെ ഒന്ന് എഴുതിക്കോ. ഈ ഔട്ട്സൈഡ് കേട്ടോ, ഷെല്ലിന്റെ പുറത്തുള്ള പോയിന്റിലാണ് ഈ ഇക്വേഷൻ. പി ഇൻസൈഡ് കേസ് 2 അല്ലെങ്കിൽ 2 എന്നിട്ട് ഇൻസൈഡ് അല്ല, ഇൻസൈഡ് അല്ല, അറ്റ് സർഫസ്. അറ്റ് സർഫസ് കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിക്കുക, നിങ്ങൾ തിരക്ക് കൂട്ടണ്ട. തിരക്ക് കൂട്ടി കഴിഞ്ഞാൽ കഴിയില്ല, അത് പെട്ടെന്ന് കഴിയണ സാധനം. സർഫസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ പോയിന്റ് എവിടെയാ? പി എവിടെയാ? പി എവിടെയാ? പി എവിടെയാ? പി എവിടെയാ? അറ്റ് സർഫസ്. അപ്പൊ മാഷ് പി ഇവിടെ മാർക്ക് ചെയ്തോട്ടെ, എതിർപ്പുണ്ടാ? മക്കളോട് ശ്രദ്ധിക്ക്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കണം. എഴുതാം, എടുത്തു തീർത്ത് 2 സ്റ്റെപ്പ് കൂടിയുള്ള കഴിഞ്ഞു. പി എവിടെയാ? ഇവിടെ ഇല്ല വരിക ആണോ? വാട്ട് ഈസ് ആർ? സെന്ററിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം. സോ നൗ വാട്ട് ഈസ് ആർ? സ്മോൾ ലെറ്റർ ആർ. സെന്ററിൽ നിന്ന് പിയിലേക്ക് ഇപ്പൊ എത്ര ദൂരം ഉണ്ട്? സെന്റർ സർഫസിലല്ലേ? അപ്പൊ എന്താ ഇത്? എന്താണ്? ക്യാപിറ്റൽ ആർ അല്ലേ? സർഫസിൽ തന്നെയാകുമ്പോ പിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് സ്പിയറിന്റെ എന്ത് തന്നെ വരും? സ്പിയറിന്റെ എന്ത് തന്നെ വരും? റേഡിയസ് തന്നെ വരും. അപ്പൊ അറ്റ് സർഫസ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആവുന്നത് മാത്രം. അപ്പൊ ഈ ഇക്വേഷൻ ഫ്രെയിം ചെയ്താൽ മതി. ഇ ഈക്വൽ ടു റീഡ് ചെയ്തേ, സിഗ്മ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ 0 എന്ത് ആർ സ്ക്വയർ? ക്യാപിറ്റൽ ആർ സ്ക്വയർ. എന്തുകൊണ്ട് ഇപ്പൊ അത് ക്യാപിറ്റൽ ആർ ആയ? പോയിന്റ് അവിടെ തന്നെയാണ്, സ്പിയറിന്റെ സർഫസിൽ തന്നെയാണ്. ആണോ? അപ്പൊ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ക്യാപിറ്റൽ ആർ സ്ക്വയറും ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്തായി? അപ്പോ സർഫസിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കണേ അവൻ? സിഗ്മ ബൈ എപ്സിലോൺ 0. സിഗ്മ ബൈ എപ്സിലോൺ 0. ഫൈനല് ഇൻസൈഡ്. ഇൻസൈഡ് ദ ഷെൽ. ആലോചിച്ച് പറഞ്ഞേ മക്കളെ, ഇൻസൈഡ് ദ ഷെല്ലാണ് പി നിൽക്കുന്നത്. അത് നിങ്ങൾ പറഞ്ഞോ, വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇ ഈക്വൽ ടു എത്ര വരിക? നിങ്ങൾ സ്പിയറിന്റെ ഉള്ളിൽ ഒരു ഗോഷൻ സർഫസ് വരെ ചോദിക്കുക, എന്നിട്ട് എന്താ തോന്നാൻ നോക്കിയേ. സ്പിയറിന്റെ ഉള്ളിലാണ് ഇപ്പൊ പോയിന്റ് അല്ലേ? അല്ലേ അലീന? ഇതല്ലേ പ്ലസ് ചാർജ് നിൽക്കണേ. ഇവിടെയാണ് മാഷ് പോയിന്റ് ഇട്ടത് പി. അപ്പൊ ഗോഷൻ സർഫസ് ഏതിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം? പിയിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ വരച്ചു. വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡ്? സ്പിയർ ആലോചിക്കുക, നെറ്റ് ചാർജ് എത്രയുണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് പറയും. പറഞ്ഞാൽ പിന്നെ പറഞ്ഞു ഇതല്ലേ അവിടെ ഗോഷൻ സർഫസ്. ചാർജ് കൂടുതൽ ഇവിടെ എത്തിയിരിക്കണേ. ഉള്ളിൽ സ്പിയർ എന്താ പറഞ്ഞേ? ഹോളോ സ്പിയർ. ഉള്ളിൽ വല്ലതും ഉണ്ടാ? ഇല്ല. അപ്പൊ എന്താ വരിക? ഈ ഗോഷൻ സർഫസിന്റെ ഉള്ളിലുള്ള ചാർജ് എത്രയാണ്? പറഞ്ഞോ, തെറ്റിക്കോട്ടെ. മാഷോട് എടുക്കുമ്പോ തെറ്റാറുണ്ട്, പിന്നെ നീ തെറ്റിക്കൊണ്ട് കുഴപ്പമുണ്ടോ? ധൈര്യമായിട്ട് പറഞ്ഞോ. ചാർജ് മുഴുവൻ എവിടെ ഇരിക്കണേ? അപ്പൊ ഈ ഗോഷൻ സർഫസിന്റെ ഉള്ളിലുള്ള ചാർജ് എത്രയാണ്? ധൈര്യമായിട്ട് പറയേ. 0 അല്ലടാ. കാരണം എന്താ? ചാർജ് മുഴുവൻ എവിടെ ഇരിക്കണേ? ഷെല്ലിന്റെ പുറത്തിരിക്കണേ. നമ്മുടെ പോയിന്റ് ഇപ്പൊ എവിടെയാ? ഷെല്ലിന്റെ ഉള്ളില്. ഷെല്ലിന്റെ ഉള്ളിലാണ് നമ്മൾ എന്തിനെടുത്താണ്? പറയും എന്ത് സർഫസാ? ഗോഷ്യൻ സർഫസ് എടുത്താണ്. അപ്പൊ ഗോഷ്യൻ സർഫസിന്റെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് ഇപ്പൊ എത്രയാ? 0. അപ്പൊ എന്തുണ്ടാവുക? ഇൻസൈഡ് ദ ഷെല്ല് നെറ്റ് ചാർജ് എത്രയാ? നെറ്റ് ചാർജ് എത്രയാ? 0. നെറ്റ് ചാർജ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവോ? ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇൻസൈഡ് ദ ഷെൽ എന്താണ്? നെറ്റ് ചാർജ് ഇല്ല. നെറ്റ് ചാർജ് ഇല്ലാത്ത കാരണം എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാത്തെ? ആ ക്യൂ ഉണ്ടല്ലോ, ക്യൂ എത്രയാ? ഗോസ് തിയറം പ്രകാരം ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്നല്ലേ വരിക? ആ ക്യൂ ഇപ്പൊ എത്രയാ? 0 ആയി പോയി. അപ്പൊ ഫ്ലക്സ് എത്രയാ? അപ്പൊ E into 4πr² ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ക്യൂ 0 ആയി. അപ്പൊ ഇതൊക്കെ പോയാൽ 0 ബി എത്ര വരും? 0. അത് സെപ്പറേറ്റ് ചെയ്യണ്ട. നമ്മുടെ ഉത്തരം എന്താ? ഇൻസൈഡ് ദ ഷെല്ല് എന്തില്ല? ഗോഷ്യൻ സർഫസ്. ഇൻസൈഡ് ദ ഷെല്ല് എന്തില്ല? ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിൽ എന്തില്ല? ചാർജ് ഇല്ല. വേറെ കാൽക്കുലേഷൻ കാണിക്കണം. വേണ്ട കാൽക്കുലേഷൻ കാണിക്കും. ചാർജ് ഇല്ലാത്ത കാരണം ഇൻസൈഡ് ദ ഷെല്ല് ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 0. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഷെല്ലിന്റെ ഉള്ളിൽ കയറി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവോ? ഇല്ല. നിങ്ങളൊരു ബസ്സിന്റെ ഉള്ളിൽ കയറിയിരിക്കണോ? ബസ് ഈ മോണ്ടാക്കി ബസ് വന്ന് കരുതുക. ഉള്ളിൽ കയറിയിരിക്കണോ? ഇടിവെട്ട് വരുന്നു. ഇടിവെട്ട് വന്ന് ഉള്ളിലേക്ക് ആ ഫീൽഡ് കിട്ടോ? ഉള്ളിലേക്ക് ആ ഫീൽഡ് കിട്ടില്ല. മനസ്സിലായോ? ഉള്ളിലേക്ക് ആ ഫീൽഡ് കിട്ടോ? ഉള്ളിലേക്ക് ആ ഫീൽഡ് കിട്ടില്ല. നിങ്ങൾ ഇടിവെട്ടുമ്പോ എന്താ ബസ്സിന്റെ ഉള്ളിൽ, കാറിന്റെ ഉള്ളിൽ കയറിയിരിക്കണോ? പുറത്തിറങ്ങിയിരിക്കണോ? കാറിന്റെ അവിടെ കയറിയിരിക്കാം. ഉള്ളിൽ കയറിയിരിക്കണമല്ലോ. ഇലക്ട്രിക് സ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയും. അതാണ് ഡീറ്റെയിൽ ചെയ്യാം. ഇൻസൈഡ് എപ്പോഴും എൻക്ലോസ് ഇതിന്റെ ഇൻസൈഡ് എപ്പോഴും എത്രയാണ് വരിക? ഫീൽഡ് എത്ര വരും? 0. എനിക്ക് പറയാൻ നമുക്ക് ചോദ്യങ്ങളൊക്കെ എഴുതണം. എടുത്തു വെച്ചോ. അപ്പൊ ഒന്ന് പറഞ്ഞേ, സർഫസിലുള്ള അകലെയുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഒന്ന് റീഡ് ചെയ്തിട്ട് പോവാം. E ഈക്വൽ ടു എടുത്ത് വെച്ചോ. E ഈക്വൽ ടു
സിഗ്മ ആർ സ്ക്വയർ ബൈ ആപ്സിലോൺ 0 ആർ സ്ക്വയർ. അറ്റ് സർഫസിൽ എന്താ E equal to sigma by epsilon 0. ഇൻസൈഡ് ദ ഷെൽ എത്രയാ? ഇനി ഇത് എഴുതി പഠിക്കാൻ പ്രത്യേകം പറയണല്ലോ. ഈ ഡെറിവേഷൻ എത്ര ടൈംസ് എഴുതി പഠിക്കണം? 3 തവണ എഴുതി പഠിക്കുക. ഫീസ് അടയ്ക്കാനുള്ള കൈവന്നിച്ച് ഫീസ് ക്ലിയർ ചെയ്യണം. 9-ാം തീയതി ആയില്ലോ. പകുതി ആൾക്കാരും ഫീസ് അടച്ചിട്ടില്ല. എന്നൊക്കെ ക്ലിയർ ചെയ്യണേ? ഇന്ന് ക്ലിയർ ചെയ്യോ? ഇന്നൊക്കെ അടയ്ക്കണം. ഓക്കെ, ഇന്ന് പരമാവധി ഗൂഗിൾ പേ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നാളേക്ക് എല്ലാവരും ക്ലിയർ ചെയ്യണം കേട്ടോ. മന്ത്ലി ഫീസ് അടയ്ക്കുന്നവരും ഫീസ് ക്ലിയർ ചെയ്യണം. അതുപോലെ ഫൗസ്റ്റീനെ നാളേക്ക് ക്ലിയർ ചെയ്യണം കേട്ടോ ഇൻസ്റ്റാൾമെന്റ്. പിന്നെന്താ പുതിയ പ്ലസ് വണ്ണിക്കുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ പറഞ്ഞോളൂ. ഓക്കെ, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. ശരി എന്നാ, താങ്ക് യു. ഫീസ് അടച്ചിട്ട്